ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺട്രോൾ സിസ്റ്റം ടോപ്പിക്സ് ആണ്. കൺട്രോൾ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് നമ്മൾ RS ക്രൈറ്റീരിയ മുതലായ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതിൻ്റെ ചെറിയൊരു കണ്ടിന്യൂഷൻ ടോപ്പിക് തന്നെയാണ്. അതിൻ്റെ പേരാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അതിൻ്റെ പേരാണ് കണ്ടീഷണൽ സ്റ്റെബിലിറ്റി. ഓക്കെ, നമുക്ക് കണ്ടീഷണൽ സ്റ്റെബിലിറ്റി എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ ഹെഡിങ് കൊടുക്കുക, കണ്ടീഷണൽ സ്റ്റെബിലിറ്റി. ഓക്കെ, കണ്ടീഷണൽ സ്റ്റെബിലിറ്റി. ഓക്കെ, കണ്ടീഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് പേര് തന്നെ ഉണ്ട്. നമുക്ക് സിസ്റ്റം സ്റ്റേബിൾ ആവും അല്ലേ? സിസ്റ്റം സ്റ്റേബിൾ ആവുന്നത് എപ്പോഴാണ്? ചില സർട്ടൻ കണ്ടീഷൻസിൽ മാത്രമേ സിസ്റ്റം സ്റ്റേബിൾ ആവുള്ളൂ. ആ സർട്ടൻ കണ്ടീഷൻസിൽ സിസ്റ്റം സ്റ്റേബിൾ ആവുന്ന എന്തോ ഒരു കണ്ടീഷൻ്റെ ബേസിലാണ്, ശരിയല്ലേ? അത്തരത്തിലുള്ള സ്റ്റെബിലിറ്റിയെ വിളിക്കുന്നവരാണ് കണ്ടീഷണൽ സ്റ്റെബിലിറ്റി. ഓക്കെ, അതായത് നമുക്ക് സിസ്റ്റത്തിൻ്റെ പാരാമീറ്ററുകളെ വേരി ചെയ്ത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തിട്ടൊക്കെ നമുക്ക് ആ സ്റ്റെബിലിറ്റിയെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പം കണ്ടീഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് സിസ്റ്റം ഈസ് സ്റ്റേബിൾ അണ്ടർ സർട്ടൻ കണ്ടീഷൻസ്. ഓക്കെ, under certain conditions the system is stable. Under certain conditions the system will be stable. അതിനാണ് കണ്ടീഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുക്കുകയാണ്, ax² + bx + c = 0. നമുക്ക് ഡിസ്ക്രിമിനൻ്റ് ഇതിനെ പറ്റി അറിയാം. ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയുന്നത് എന്താണ്? b² - 4ac, ശരിയല്ലേ? ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. സപ്പോസ് നിങ്ങളൊരു ഫസ്റ്റ് കേസ് എടുക്കുക, നിങ്ങളുടെ കോഎഫിഷ്യൻറ്റ് a > 0. ഈ a > 0 അതോടൊപ്പം തന്നെ ഡിസ്ക്രിമിനൻ്റ് > 0, അതായത് b² - 4ac > 0 രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റൂട്ടുകൾ എന്ന് പറഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 2 റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ്. ഓക്കെ, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് വിൽ ബി ഒബ്റ്റെയിൻ. റിയലും ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സും കിട്ടും. അപ്പം അത് നമ്മളൊന്ന് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി എന്താണ് ഈ കണ്ടീഷണൽ സ്റ്റെബിലിറ്റി എന്നുള്ളത്. ആക്ച്വലി അതിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുവാണ്. ഓക്കെ, അപ്പോൾ ഇഫ് യു പ്ലോട്ട് ലൈക്ക് ദിസ് യു വിൽ ബി ഗെറ്റിംഗ് വാല്യൂസ് ലൈക്ക് ദിസ് ആൻഡ് ദ പോൾസ് വിൽ ബി ഇത് P1 എന്തായിരിക്കും P2 ആയിരിക്കും. അതായത് പോസിറ്റീവ് വാല്യൂ, ഇത് രണ്ട് പോസിറ്റീവ് വാല്യൂ, ഇത് രണ്ട് നെഗറ്റീവ് വാല്യൂ. ഓക്കെ, ഇനി ഒരു കേസ് 2 എടുക്കുവാണ്. a <0, d > 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? അത് ഡിസ്ക്രിമിനൻ്റ് പോസിറ്റീവ് തന്നെയാണ്, പക്ഷേ a > 0, അതായത് കോഎഫിഷ്യൻറ്റ് എന്ത് ചെയ്തു? ഫ്ലിപ്പ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്തു. അങ്ങനെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നേരത്തെ കിട്ടിയ ആ റൂട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് റൂട്ടല്ല, സോറി, ആ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഗ്രാഫാണ് നമുക്ക് ലഭിക്കുക. ഓക്കെ, സോ ദിസ് വിൽ ബി P1 ആൻഡ് ദിസ് വിൽ ബി P2. അതായത് ഇവിടെ പോസിറ്റീവും ഇവിടെ എന്താണ് ലഭിക്കുക? നമുക്ക് ഇവിടെ നെഗറ്റീവും നമുക്ക് ലഭിക്കും. ക്ലിയർ? ഇനി if you are having a > 0 and d = 0, d = 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം the roots will be real and equal roots. Okay, real roots ആണ്, at the same time equal ആണ്. Okay, then you will be getting the graph like this. Okay, and if a > 0 d < 0 ആണെങ്കിൽ no real roots. Okay, ഇത് ആക്ച്വലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് b² - 4ac ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റൂട്ടുകൾ ഇങ്ങനെ അനുമാനിക്കാം. ഓക്കെ, <0 ആണെങ്കിൽ നോ റിയൽ റൂട്ട്സ് ആണെന്ന് പറയാം. =0 ആണെങ്കിൽ റിയലും ഈക്വലും ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം ഇൻ കേസ് റൂട്ട്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ അത്തരത്തിൽ നമുക്കതിനെ അസ്യൂം ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കാണാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. കണ്ടീഷൻ സ്റ്റെബിലിറ്റി ആയിട്ട്
അധികം റിലേഷൻ അതിൻ്റെ അകത്ത് വരുന്നില്ല. കണ്ടീഷൻ സ്റ്റെബിലിറ്റീൻ്റെ റിലേഷൻ ഞാൻ ഒരു പ്രോബ്ലത്തിലൂടെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒരു പ്രോബ്ലം ചെയ്യുക. ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം. ഈ UFB എന്ന് എഴുതിയ ഇനി മുതൽ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റമാണ്. OLTF എന്ന് പറഞ്ഞാൽ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ഈസ് G of S equal to K divided by S into S plus 4 into S square plus 2S plus 1. ഓക്കെ, നമ്മൾ കാണേണ്ടത് ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് calculate the range of K for system to remain in stable. Kന്റെ റേഞ്ച് കാണണം ഇതിലെ സിസ്റ്റം സ്റ്റെബിലിറ്റി ആവാൻ when stability of closed loop system is concerned. ക്ലോസ് ലൂപ്പ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് കെ കാണുന്ന സിസ്റ്റം എന്ത് സ്റ്റേബിൾ ആവാൻ. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾ കാണേണ്ടത് കാൽക്കുലേറ്റ് ദ മാക്സിമം വാല്യൂ ഓഫ് കെ. ഓക്കെ, കെയുടെ മാക്സിമം വാല്യൂ ആണ് നമ്മൾ കാണേണ്ടത് ഫോർ സിസ്റ്റം ടു ബി സ്റ്റേബിൾ. ഓക്കെ, അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ഓൾസോ കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. ഓക്കെ, ഓസിലേഷൻ ഫ്രീക്വൻസി ഓഫ് നാച്ചുറൽ ഓസിലേഷൻ. നാച്ചുറൽ ഓസിലേഷൻസും കൂടി അവർ കാണാൻ വേണ്ടി പറയുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ കെൻ്റെ വാല്യൂ കാണണം, അതോടൊപ്പം തന്നെ മാക്സിമം സിസ്റ്റം സ്റ്റേബിൾ ആകുമ്പോഴുള്ള കെയുടെ മാക്സിമം വാല്യൂ കാണണം, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷനും കാണണം. ആദ്യം നമുക്ക് ഇതിനെ ഇതിപ്പോൾ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനാണ്, അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷനിലേക്ക് മാറ്റാം. അപ്പോൾ എന്ത് വരും? T of S equal to G of S divided by 1 plus G of S. So it will be equal to, നമുക്കിത് യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ആണ്, നമ്മൾ റൂൾ അപ്ലൈ ചെയ്യാം. എന്താണ്? ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ. സോ യു വിൽ ബി ഗെറ്റിംഗ് S square plus 4S into S square plus 2S plus 1. That will be equal to K divided by S raised to 4 plus 2S cube. 2S ക്യൂബും ഇവിടെ ഒരു 4S ക്യൂബും വരില്ലേ? അല്ലേ? ശരിയല്ലേ? നമുക്ക് എത്ര വരിക? S ക്യൂബ് ഇത് ചെയ്ത് നോക്കാം. S raised to 4 പ്ലസ് 2S ക്യൂബ് പ്ലസ് S സ്ക്വയർ പ്ലസ് 4S ക്യൂബ് പ്ലസ് 8S സ്ക്വയർ പ്ലസ് 4. പ്ലസ് കെയും കൂടി ചെയ്യാനുണ്ടല്ലേ? ഓക്കെ, ഒരു മിനിറ്റ്. ഐ വിൽ റൈറ്റ് ഇറ്റ് ആറ്റ് ഓക്കെ. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളത് S എടുത്താൽ മതി കേട്ടോ. ഇത് S എടുത്താൽ മതി. S സ്ക്വയർ പ്ലസ് S പ്ലസ് 1 എന്ന് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതന്നെ ഇവിടെ മാറും. ഓക്കെ, പ്ലസ് കെയും കൂടി വരും അല്ല, ഡിനോമിനേറ്ററും കൂടി വരും. ഓക്കെ, ഇഫ് യു എക്സ്പാൻഡ് ഇറ്റ് യു വിൽ ബി ഗെറ്റിംഗ്, നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കോ. ഞാൻ ലാസ്റ്റ് ആൻസർ എഴുതാം. എക്സ്പാൻഡ് ചെയ്യലൊക്കെ നമുക്ക് സ്വന്തമായി ചെയ്യാവുന്നതേ ഉള്ളൂ, അത് ചെയ്ത് നോക്കിയാലും മതിയാവും. ഓക്കെ, പ്ലസ് കെ ദെൻ എസിൻ്റെ S plus 4 തന്നെ ആക്കാം. നിങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് ഇത് വെരിഫൈ ചെയ്തോളൂ. ഓക്കെ, യു ക്യാൻ എക്സ്പാൻഡ് ഇറ്റ് ഫുള്ളി. നിങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ മെത്തേഡാണ് ഞാൻ പറഞ്ഞത്, ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ. ഓക്കെ, ദെൻ ഇതാണ് നിങ്ങളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലേ?
ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. പുട്ട് ഇറ്റ് ഈക്വൽ ടു 0. ഇതെങ്ങനെ കണ്ടുപിടിക്കും? റൂത്ത് അറേ നമ്മൾ യൂസ് ചെയ്യുക. എസ് ക്യൂബ് 1 5 1 അല്ല കെ, ദെൻ 5 4. അപ്പോൾ എസ് സ്ക്വയർ എഴുതുമ്പോൾ 25 മൈനസ് 4 21/5. ദെൻ ഇവിടെ കെ എസ് റേസ് ടു 0 21/5 ഇൻറ്റു 4 21 ഇൻറ്റു 5 21/5 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 84/5 മൈനസ് 5k ഡിവൈഡ് ബൈ 21/5. ഫസ്റ്റ് എസ് 0 എന്ന് പറയുമ്പോൾ കെ. ക്ലിയർ? ഇതാണ് നമ്മുടെ റൂത്ത് അറേ. അപ്പം ആദ്യം നമുക്ക് കെയുടെ വാല്യൂ കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ കെയുടെ വാല്യൂ എങ്ങനെ കാണും? കെൻ്റെ വാല്യൂ കാണാനുള്ള വഴി നമ്മുടെ സിസ്റ്റം എന്താവണമെന്നും പറഞ്ഞിട്ടുണ്ട്, സ്റ്റേബിൾ ആവണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റം സ്റ്റേബിൾ ആണെങ്കിൽ കെയുടെ വാല്യൂ എങ്ങനെ കാണാൻ പറ്റും? അതായത് ഇതിൻ്റെ അകത്ത് മനസ്സിലാവും, ഇതെല്ലാം പോസിറ്റീവ് സൈൻ ആണെങ്കിലാണ് സ്റ്റേബിൾ അല്ല. അതായത് ഫസ്റ്റ് കോളത്തിലെ എല്ലാ സാധനങ്ങളും എന്താണ്? സ്റ്റേബിൾ ആണ്. അപ്പോൾ ഒബ്വിയസ്ലി കെ ഗ്രേറ്റർ ദാൻ 0 ആണ്. കാരണം കെ മാത്രമേ ഉള്ളൂ, അതെന്തായാലും 0-നേക്കാളും വലുതായിരിക്കണം. സിമിലർലി വി ഹാവ് ടു അസ്യൂം ദിസ് ഓൾസോ ആസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു വാല്യൂ കിട്ടിയെന്നാണ് കെ ഗ്രേറ്റർ ദാൻ 0. റേഞ്ചല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ വാല്യൂ മാത്രമല്ലല്ലോ. അപ്പം രണ്ടാമത്തെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? 84/5 മൈനസ് 5k ഗ്രേറ്റർ ദാൻ 0. യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 84/5 ഗ്രേറ്റർ ദാൻ 5k. അപ്പോൾ 84 ഗ്രേറ്റർ ദാൻ 25k ഓർ 84/25 ഗ്രേറ്റർ ദാൻ k. അങ്ങനെ നമുക്ക് തിരിച്ചെഴുതാം k ലെസ് ദാൻ 84/25. ദിസ് ഈസ് ദ നെക്സ്റ്റ് വാല്യൂ. ഒരു വാല്യൂ k ഗ്രേറ്റർ ദാൻ 0, ഇത് രണ്ടാമത്തെ വാല്യൂ. ക്ലിയർ? അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് റേഞ്ച് എഴുതാം 0 ലെസ് ദാൻ k ലെസ് ദാൻ 84/5. ഇത്തരം പ്രോബ്ലങ്ങൾ സ്ഥിരമായിട്ട് പേപ്പറിൽ കാണാം. അത് ഇത്തരത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് കോളത്തിൽ എല്ലാം 0 ആവും, എല്ലാം ഒരേ സൈൻ ആവുന്നുള്ള ലെവലിൽ ആലോചിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി കമൻറ്റ് ചെയ്യാം. സിസ്റ്റം സ്റ്റേബിൾ ആവാനുള്ള മാക്സിമം വാല്യൂ ഫോർ വിച്ച് ദ സിസ്റ്റംസ് വിൽ ബി സ്റ്റേബിൾ. ഇതിലെ മാക്സിമം മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ എത്രയാണ്? 84/25 ആണ്. ഓക്കെ, 84/25. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഫ്രീക്വൻസി ഓഫ് നാച്ചുറൽ ഓസിലേഷൻ കാണണം. ഓക്കെ, അപ്പം ഫ്രീക്വൻസി ഓഫ് നാച്ചുറൽ ഓസിലേഷൻ കാണണമെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ട സാധനം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കാണണമെങ്കിൽ നമ്മളൊരു പ്രോബ്ലം അതിനിടയ്ക്ക് ചെയ്തിരുന്നു. അതായത് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷനാണ് കാണാൻ നിങ്ങളോട് പറയുന്നതെങ്കിൽ അത് ഓസിലേഷൻസ് ഹാപ്പൻ ചെയ്യണം. അതായത് നിങ്ങളുടെ ഇമാജിനറി ആക്സിസിൽ ഒരു പോൾ ഉണ്ടാവും. ദർ വിൽ ബി എ പോൾ ഓൺ ഇമാജിനറി ആക്സിസ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഓസിലേഷൻസ് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഇമാജിനറി ആക്സിസിൽ പോള് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ നാച്ചുറൽ ഫ്രീക്വൻസി കാണണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഒരു പോൾ ഇമാജിനറി ആക്സിസിൽ വരികയാണെങ്കിൽ ആ സിസ്റ്റം എങ്ങനത്തെ സ്റ്റേബിളാണ്? മാർജിനലി സ്റ്റേബിളാണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ, ഇമാജിനറി ആക്സിസിൽ ഒരു പോൾ വരുമ്പോൾ മാർജിനലി സ്റ്റേബിൾ. അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി കാണണം, നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് കാണണമെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യണം, അതായത് ദ സിസ്റ്റം വിൽ ബി മാർജിനലി സ്റ്റേബിൾ. ക്ലിയർ? അതായത് ഇമാജിനറി ആക്സിസിൽ ഒരു പോൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ മാർജിനലി സ്റ്റേബിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറ്? അത് മാർജിനലി സ്റ്റേബിൾ എന്ന് പറയുന്ന കേസ് എപ്പോഴാണ് വരിക? നമ്മളെ റോല് എന്ത് വരുന്നതാണ്? സീറോസ് വരുന്നതാണ് അല്ല. റോല് സീറോസ് നമ്മൾ എന്ത് ചെയ്യും? ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യും മുന്നിലത്തെ റോ നോക്കിയിട്ട് അല്ലേ. അപ്പോൾ അതേ മെത്തഡ് തന്നെയാണ് ഇവിടെയും നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ മാർജിനലി സ്റ്റേബിൾ വന്നു കഴിഞ്ഞാൽ ഓക്സിലറി ഇക്വേഷൻ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് എവിടെയാണ് ഇതൊക്കെ വരുന്നത്? ഫ്രീക്വൻസി ഓഫ് നാച്ചുറൽ ഓസിലേഷൻ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ ഇമാജിനറി ആക്സിസിൽ പോളിൻ്റെ സാധനം കൺസിഡർ ചെയ്യേണ്ടതും അറ്റ് ദ സെയിം ടൈം നമ്മൾ അവിടെ ഒരു ഓക്സിലറി ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യേണ്ടതുമായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ മാക്സിമം വാല്യൂ, അപ്പം
സിസ്റ്റം മാർജിനലി സ്റ്റേബിൾ ആവാനുള്ള മാക്സിമം വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എന്താണ് സിസ്റ്റം മാർജിനലി സ്റ്റേബിൾ ആവാനുള്ള മാക്സിമം വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഏതാണ് 84/25. ശരിയല്ലേ? അപ്പോൾ ആ കെ ആണ് നമ്മൾ ഇടേണ്ടത്. അപ്പം മാർജിനലി സ്റ്റേബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഏത് റോ ആണ് നമ്മൾ സീറോസ് കൊടുത്തിട്ട് നമ്മൾ കെ കണ്ടുപിടിച്ചത് അതേ റോ തന്നെയാണ് ഇവിടെയും 0 വരിക. അപ്പോൾ ദിസ് വിൽ ബി സീറോസ്. ഈ വാല്യൂകൾ 0 ആയിരിക്കും. അപ്പോൾ ഏതാണ് ഓക്സിലറി ഇക്വേഷൻ വരിക? ഇത്. കാരണം ഇത് 0 ഇട്ടിട്ടാണല്ലോ നമ്മൾ കണ്ടുപിടിച്ചത്. കാരണം നമ്മൾ 84/5 - 5k = 0 ഇടണം, എന്നാലേ ആ ഒരു റോ 0 ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് 84 = 25k. അങ്ങനെയാണ് ഈ കെ 84/25 എന്ന് വന്നത്. ശരിയല്ലേ? എന്നാൽ മാത്രമേ അത് ആ സിസ്റ്റം മാർജിനലി സ്റ്റേബിൾ ആവണമെങ്കിൽ നിങ്ങളുടെ കെയുടെ വാല്യൂ ഇതായിരിക്കണം, അല്ലെങ്കിൽ ആ സിസ്റ്റം മാർജിനലി സ്റ്റേബിൾ ആവില്ല. ഓക്കെ, അപ്പോൾ ആ സിസ്റ്റം മാർജിനലി സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അതിന് തൊട്ട് മുന്നുള്ള സാധനത്തിൽ നമുക്ക് എന്ത് എഴുതാം? ഓക്സിലറി ഇക്വേഷൻ എഴുതാം. ക്ലിയർ? ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പോൾ എന്താണ് ഇക്വേഷൻ വരിക? 21/5 s² + k = 0. ദിസ് ഈസ് യുവർ ഓക്സിലറി ഇക്വേഷൻ. ഇതിലെ കെക്ക് വാല്യൂ നമുക്ക് എന്ത് കൊടുക്കാം? യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 84/25. ക്ലിയർ? അപ്പോൾ അതാണ് നമുക്ക് മാക്സിമം വാല്യൂ വരും. പക്ഷെ നമ്മൾ ഓക്സിലറി ഇക്വേഷൻ കാണുന്നത് ഇത് ആക്ച്വലി കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാനല്ല. നമുക്കതിൽ എന്താണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്? നമുക്ക് ഈ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പക്ഷെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ നിങ്ങൾ കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിൽക്കണ്ട. 21/5 s² = -k. s² = -5k/21. s = ± j √5k/21 എന്ന് കിട്ടും. ശരിയല്ലേ? ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഇവിടെ നിങ്ങൾ ജെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 5 × k എന്ന് പറഞ്ഞാൽ എത്ര? 84/25. ക്ലിയർ? യു വിൽ ഗെറ്റ് എ വാല്യൂ. ഇവിടെ ഒരു വാല്യൂ കിട്ടുമല്ലോ. നമ്മൾ ആക്ച്വലി എസ് നമ്മളിങ്ങനെ എഴുതാം ± j ωn എന്നല്ലേ എഴുതാം. അപ്പോൾ ωn ആണ് നമ്മുടെ എന്ത്? നാച്ചുറൽ ഫ്രീക്വൻസി. ഇവിടെ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നിങ്ങളുടെ നാച്ചുറൽ ഫ്രീക്വൻസി. അത് നിങ്ങൾ എത്രയാണെന്ന് ജസ്റ്റ് കണ്ടുപിടിച്ചോ. ഓക്കെ, സോ ωn വിൽ ബി ഈക്വൽ ടു √some വാല്യൂ. ആ വാല്യൂ ആണ് ഈ വാല്യൂ. ക്ലിയർ? അതാണ് നിങ്ങളുടെ ഉത്തരം ആയിട്ട് വരിക. ഓക്കെ, 84/25 ഇല്ല, × 25. ഓക്കെ, അതാണ് നിങ്ങളുടെ ഉത്തരമായിട്ട് വരിക. ക്ലിയർ അല്ലേ? 21 അല്ലേ? 5/21 × 84/25 ആ വാല്യൂ നിങ്ങൾ ωn ആയിട്ട് വരും. ക്ലിയർ അല്ലേ? ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോൾ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കാണണമെങ്കിൽ ഇത്തരത്തിലാണ് നമ്മൾ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. The open loop transfer function of a unity feedback system തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. g of s = k / s + 2 × s² + 2s + 2. ഓക്കെ, ഇവിടെയും സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ അതേപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതാം. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ = g of s / 1 + g of s. that will be equal to k / s³ + 4s² + 6s + 4 + k. എക്സ്പാൻഷൻ നിങ്ങൾ ചെയ്യണം. ഞാനിപ്പോൾ ഡയറക്റ്റ് ആൻസറിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പം ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തേർഡ് ഓർഡർ ഇക്വേഷനാണ്. തേർഡ് ഓർഡർ ഇക്വേഷനാണ് വിത്ത് ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലേ? തേർഡ് ഓർഡർ ഇക്വേഷൻ വിത്ത് പോസിറ്റീവ് വാല്യൂസ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമുക്ക് RH ക്രൈറ്റീരിയ കാണാൻ ഇന്നർ പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ ഔട്ടർ പ്രോഡക്റ്റ് ആണോ നമുക്ക് നോക്കാം അല്ല. ഇന്നർ പ്രോഡക്റ്റ് ഏതാ? 6 × 4. അപ്പോൾ എത്രയാണ്? 24 > 4 + k × 1, അതായത് 4 + k തന്നെ. സോ 24 - 4 > k, അതായത് 20 > k, അല്ലെങ്കിൽ നമുക്ക് എഴുതാം k <20.
ഓക്കെ, അപ്പോൾ കെ ലെസ് ദാൻ 20 ആണ് ഒരു വാല്യൂ. ക്ലിയർ? അപ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടി കെ ഗ്രേറ്റർ. ഇനി നമുക്ക് കെയുടെ റേഞ്ച് കാണണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ RHS എഴുതണമെന്നില്ല. അതായത് റേഞ്ച് ഓഫ് കെ കാണണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഇവിടുത്തെ എവറി ടേം, എല്ലാ ടേമും എന്താവണം? പോസിറ്റീവ് ആവണം. ശരിയല്ല? അതായത് ഇവിടെയുള്ള കെന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടേംസും പോസിറ്റീവ് ആവണം. അതായത് ഈ ടേം പോസിറ്റീവ് ആവണ്ടേ? ശരിയല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4 + k > 0, അതായത് k > -4 ഓർ k ലെസ് ദാൻ -4. ഇതാണ് നമ്മുടെ ഉത്തരം വരിക. ഓക്കെ, സോ നമുക്ക് എഴുതാം k ലെസ് ദാൻ -4 അല്ല, k ലെസ് ദാൻ 4 അല്ലേ? ഓക്കെ, k ലെസ് ദാൻ 4. അപ്പോൾ നമുക്ക് റേഞ്ച് എഴുതാം 4 ലെസ് ദാൻ k ലെസ് ദാൻ 20. ദിസ് ഈസ് യുവർ റേഞ്ച്. ശരിയല്ലേ? സോ അതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടി. ഇനി നമ്മൾ അടുത്തതായിട്ട് എന്താ കാണേണ്ടത്? അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ കാണേണ്ടത്? ഓക്കെ, അത് -4 തന്നെയല്ലേ? തെറ്റിപ്പോയതാണ്. -4 റേഞ്ച് തന്നെ. ഓക്കെ, അപ്പം എല്ലാ സൈനുമാണ് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ മാക്സിമം വാല്യൂ, നമുക്ക് ഈ റേഞ്ച് നമുക്കറിയാം, പക്ഷേ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 20. അതാണ് നമ്മുടെ മാക്സിമം വാല്യൂ. അപ്പം ക്വസ്റ്റ്യനിൽ നമുക്ക് ഓസിലേഷൻസ് കാണണം. അപ്പം ഓസിലേഷൻസ് കാണണമെങ്കിൽ നമുക്കറിയാം സിസ്റ്റം മാക്സിമം മാർജിനൽ സ്റ്റെബിലിറ്റി നമുക്ക് അറ്റൈൻ ചെയ്യണം. ശരിയല്ലേ? മാർജിനൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ മാർജിനൽ സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഇമാജിനറി ആക്സിസിൽ നമ്മൾ ഏത് സ്ഥലത്താണ് 0 വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും റൂട്ട് ചെയ്തേ പറ്റുള്ളൂ. s², അപ്പോൾ എത്ര വരും? 1, 6, 4. ഈ കേക്ക് നമുക്ക് ഈ മാക്സിമം വാല്യൂ എടുക്കാൻ പറ്റില്ല. നമുക്ക് ഏത് മാത്രമേ എടുക്കാൻ പറ്റില്ല? 4 + k എന്ന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് മാറ്റി എഴുതാം. s² എന്ന് പറയുന്നത് 4ഉം kൻ്റെ വാല്യൂ മാക്സിമം എടുക്കാം. അപ്പോൾ 4 + 20, അപ്പോൾ 24 എടുക്കാം. ഓക്കെ, ഇത് ഒരേ 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര ആയിട്ട്? 1, 6. അപ്പോൾ നോക്കുമ്പോൾ ഈ റോവും s³ s2 ഒരേപോലെയുള്ള, അപ്പോൾ അടുത്ത റോ എന്താണ്? 0 ആവും. അപ്പോൾ നമുക്ക് പറയാം ഇവിടുന്ന് ഓക്സിലറി ഇക്വേഷൻ എടുക്കണം. അപ്പോൾ ഈ ഓക്സിലറി ഇക്വേഷൻ എന്താണ് വരിക? s² + 6s = 0. അത് പ്രകാരം s² = -6s, s = -6s. ദാറ്റ് മീൻസ് s = ± j√6. ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം s = jωn ± jωn എന്ന് എഴുതുമ്പോൾ ωn will be √6. ωn will be √6. This is your frequency. ക്ലിയർ? ഇത്തരത്തിലാണ് നമ്മൾ ഒമേഗ നോക്കുക. സ്ഥിരം ചോദിക്കാറുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതായത് T(s) തന്നിട്ടുണ്ട്. k / s × s+1 × s+5 + k. ഓക്കെ, അപ്പോൾ നമുക്കത് ട്രാൻസ്ഫർ ഫംഗ്ഷനിലേക്ക് മാറ്റുന്ന ആവശ്യമില്ല, കാരണം ക്ലോസ് ലൂപ്പ് തന്നെ തന്നെ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? s³ + 6s² + 6(5 + k). ഓക്കെ, ഇവിടെ ഫ്രീക്വൻസി റേഞ്ച് ഒന്നും കാണണമെന്നില്ല, ഫ്രീക്വൻസി മാത്രമാണ് കാണാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റൂത്തിലേക്ക് പോവാം. s³ s² 1 6 അല്ല, 6 അല്ല, ഇത് 5s ആണ്. 5s. ഓക്കെ, അപ്പോൾ 1 5 6 k. s⁻1 എന്ന് വെച്ചാൽ 30 - k/6, s⁻0 എന്ന് പറഞ്ഞാൽ k. അപ്പോൾ മാർജിനൽ ഫ്രീക്വൻസി കാണാൻ ഈ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 30 - k/6 will be equal to 0. That is 30 = k. k will be equal to 30. അല്ലേ? അപ്പം ഇവിടുത്തെ ഓക്സിലറി ഇക്വേഷൻ നമ്മൾ എഴുതണം. സോ ഇറ്റ് വിൽ ബി 6x² + k = 0. 6x² + 30 = 0. s² 6s² = -30. അപ്പം s² = -5 അല്ലേ? അപ്പോൾ s = √(-5). ദാറ്റ് ഈസ് s = ± j√5. അതായത് s = ± jωn കമ്പയർ ചെയ്യുമ്പോൾ
omega n will be equal to root of 5. So this is your answer for frequency. Clear ആയില്ലേ? ഓക്കെ, ഇനി ഒരു ഫംഗ്ഷൻ തരാം. ഇങ്ങനെ 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് പ്രോബ്ലങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് കൂടുതലായിട്ടും ചോദിക്കുക. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് നമുക്കതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി സാധിക്കണം. സി ഓഫ് എസ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ സിസ്റ്റം. ഇവിടെ ഫീഡ്ബാക്ക് സിസ്റ്റം സ്റ്റേബിൾ ആകാൻ വേണ്ടി കെയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ, ഇത് യൂണിറ്റി ഫീഡ്ബാക്ക് ആണ്, അപ്പോൾ ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ ചെയ്യാം. സോ യു വിൽ ബി ഗെറ്റിംഗ് ഇക്വേഷൻ, ഇങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുക. അപ്പോൾ തേർഡ് ഓർഡർ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നമ്മുടെ ഈ ഇന്നർ പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ ഔട്ടർ പ്രൊഡക്റ്റ് ആക്കാം. അപ്പോൾ you will be getting 76. 42 will be greater than 0, that is k will be less than 42. ഇതൊരു റേഞ്ച് ആണ്, പക്ഷേ റേഞ്ചിൽ 2 വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ k will be always greater than 0 അല്ലേ. അപ്പോൾ റേഞ്ച് 0 ലെസ് ദാൻ k ലെസ് ദാൻ 42 ആൻസർ ആയി. ഇത്രയേ അവർ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, സിമിലർലി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. g of s into h of s equal to k into s plus 1 divided by s cube plus bs square plus s plus 1. നമുക്ക് വാല്യൂസ് ഓഫ് കെയും അതുപോലെ ബിയും കാണാം. സച്ച് ദാറ്റ് സിസ്റ്റം ഓസിലേറ്റ്സ് അറ്റ് ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് 2 radian per second. സിസ്റ്റം ഓസിലേറ്റ് ചെയ്യും. ഓസിലേറ്റ് ചെയ്യുന്ന സമയത്തുള്ള കെയും ബിയും ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് ഓസിലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക ആ സിസ്റ്റം എന്താണ്, മാർജിനലി സ്റ്റേബിൾ ആണ്. ആ സിസ്റ്റം എന്താണ്, മാർജിനലി സ്റ്റേബിൾ ആണ്. അപ്പോൾ അതാണ് കൺസെപ്റ്റ്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇവിടുന്ന് ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കാണാൻ ഫൗണ്ട് ചെയ്യാൻ എന്ത് ചെയ്യണം, ജി ഓഫ് എസ് ഡിവൈഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ചെയ്യണം. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. You will be getting s cube plus bs square plus k plus 1 into s plus 1 plus k equal to 0. അതായത് ഇതിപ്പോൾ നമ്മളിതെങ്ങനെ കിട്ടിയത് 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. ഓക്കെ, മാർജിനലി സ്റ്റേബിൾ ആവണമെങ്കിൽ നമ്മൾ എൻ്റയർ റോ എന്താവണം, 0 ആവണം. അപ്പോൾ റൂത്ത് ഹാർവിറ്റ്സ് എഴുതണം. അപ്പോൾ റൂത്ത് ഹാർവിറ്റ്സ് ആണ് ഇവിടെ എഴുതുന്നത്. ഇങ്ങനെയാണ് റൂത്ത് ഹാർവിറ്റ്സ് ഉള്ളത്, ശരിയല്ലേ. അപ്പോൾ s raised to 0 എന്ന് പറയുന്നത് b ഇൻറ്റു k പ്ലസ് 1 മൈനസ് k പ്ലസ് 1 ഡിവൈഡഡ് ബൈ b s raised to 1 s raised to 0 എന്ന് പറയുമ്പോൾ 1 പ്ലസ് k. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം ഈ റോ ആണ് എൻ്റയർലി 0 ആയിട്ട് വരുന്നത് അല്ലേ. അപ്പം b ഇൻറ്റു k പ്ലസ് 1 മൈനസ് k പ്ലസ് 1 ഈക്വൽ ടു 0. ഇതിൻ്റെ അകത്ത് k പ്ലസ് 1 കോമൺ എടുത്താൽ k പ്ലസ് 1 ഇൻറ്റു b മൈനസ് 1 0. ദാറ്റ് മീൻസ് ഇത് എൻ്റയർലി 0 ആണെങ്കിൽ ഏതെങ്കിലും ഒരു ടേം 0 ആയതാൽ മതി. നമുക്ക് ഇവിടുന്ന് b മൈനസ് 1 ഈക്വൽ ടു 0 കിട്ടും. സോ b ഈക്വൽ ടു 1. ഒരെണ്ണം k അല്ല b കണ്ടുപിടിച്ചു. ഇനി k കണ്ടുപിടിക്കണം. k കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം നമ്മൾ, ഇത് 0 ആണ്, എൻ്റയർലി 0 ആവും. അപ്പോൾ ഇവിടെ ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യുക. ഓക്സിലറി ഇക്വേഷൻ ഇസ് bs സ്ക്വയർ പ്ലസ് 1 പ്ലസ് k ഈക്വൽ ടു 0. bക്ക് 1 ആണ്. അപ്പോൾ s സ്ക്വയർ plus 1 plus k equal 0, that is s square equal to minus of 1 plus k 1 plus k. Okay, so you will be getting s equal to plus or minus root of 1 plus k, j into root of 1 plus k. ശരിയല്ലേ. സ്ക്വയർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ജെ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് കെ അല്ലേ. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് ഒമേഗേനെ നമുക്ക് തന്നിട്ടുണ്ട്, എത്ര 2 അല്ലേ. ജെ ഇൻറ്റു ഒമേഗേനല്ല, അപ്പോൾ ഒമേഗൻ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് കെ ആണ്. വേറെ ഒമേഗൻ തന്നിട്ടുണ്ട്, എത്രയാണ് 2 ആണ്. അപ്പോൾ 2 ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് കെ,
റൂട്ട് മാറ്റി കഴിഞ്ഞാൽ 4 = 1 + k, ദാറ്റ് ഈസ് k = 3. നമുക്ക് കെയും കിട്ടും. ഓക്കെ, നമ്മളോട് കെൻ്റെയും ബിൻ്റെയും വാല്യൂ കാണാനാണ് പറഞ്ഞത്. യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഇവിടെ നേരത്തെ പകരം ഒമേഗേനെ കാണുന്നതിന് പകരം ഒമേഗേനെ തന്നിട്ട് നമ്മൾ കെയും ബിയും കാണും. എല്ലാത്തിനും ഒരേ പ്രൊസീജിയറാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, വളരെ സിമ്പിൾ പ്രോബ്ലമാണ്. നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തതിനാൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു പ്രോബ്ലമാണ്. ഓക്കെ, അടുത്തൊരു ഹെഡിങ് കൊടുക്കുക, ട്രാൻസ്പോർട്ടേഷൻ ലാഗ്. ട്രാൻസ്പോർട്ടേഷൻ ലാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സിസ്റ്റം ഇങ്ങനെ ട്രാവൽ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഒരു സിഗ്നൽ ഒരു സിസ്റ്റത്തിൽ കൂടി ഒരു സിഗ്നൽ ട്രാവൽ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു എലമെൻറ്റ് കാരണം ചെറിയൊരു ഡിലേ സംഭവിച്ചു അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് കാരണം ചെറിയൊരു ഡിലേ സംഭവിച്ചു. അപ്പോൾ ഡിലേ സംഭവിക്കാതെ ലാഗ് ഉണ്ടാവുക എന്നാണ് നമുക്കറിയാം. ഓക്കെ, അപ്പം ഒരു സിഗ്നൽ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്തോ ഒരു കാരണത്താൽ കുറച്ച് ഡിലേ അനുഭവിച്ചു. അപ്പോൾ ആ ഡിലേ എന്ന് പറയുന്നൊരു സമയമല്ലേ, ശരിയല്ല, ആ ഡിലേ എന്ന് പറയുന്നൊരു സമയമല്ലേ. അപ്പോൾ ആ ടൈം ടേക്കണിനെയാണ് നമ്മളെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ട്രാൻസ്പോർട്ടേഷൻ ലാഗ് ഈസ് ദ ടൈം ടേക്കൺ by the signal to travel through the system. ഓക്കെ, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ എടുക്കുന്ന സമയം, ആ സിഗ്നൽ ട്രാവൽ ചെയ്യാനുള്ള സമയം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, സിമ്പിളാണ്. ഇൻപുട്ട് ഇപ്പോൾ സപ്പോസ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ആണെന്നായിരിക്കും, സ്റ്റെപ്പ് ആണെന്നായിരിക്കും. എൻ്റെ ഔട്ട്പുട്ടിൽ വാട്ട് ഹാപ്പൻസ് ഈസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സിഗ്നൽ? ഈ ഒരു ഡിലേ കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡിലേ എന്ന് പറയുന്നതാണ് ഈ ടൈം ടേക്കൺ. അപ്പോൾ ഡിലേ കഴിഞ്ഞിട്ട് എത്ര ടൈം ഡിലേ എടുക്കും? ഒരു ഡിലേ കഴിഞ്ഞിട്ടാണ് ആ സിഗ്നൽ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ലാഗ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് നമ്മൾ സാധാരണ ഗതിയിൽ y ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ആണ്. അപ്പോൾ ആ എക്സ് ഓഫ് ടി ആയിരുന്നു. അപ്പോൾ ആ എക്സ് ഓഫ് ടിക്ക് എന്തെങ്കിലും ഒരു ലാഗ്, സോ ടി മൈനസ് ടി, ഒരു ചെറിയ സിസ്റ്റം ലാഗ് വരികയാണ്. അതായത് ഈ ലാഗ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ ഡിസ്റ്റോർഷൻ ഒന്നുമില്ല. അതുപോലെ തന്നെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നില്ല, ഷേപ്പൊക്കെ ഒരേപോലെ തന്നെയല്ല, പക്ഷേ സിഗ്നൽ ചെറുതായിട്ടൊന്ന് ഡിലേ ചെയ്യുന്നുണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് y ഓഫ് എസ് എഴുതുവാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് e⁻−xt × x ഓഫ് എസ്. ശരിയല്ലേ? അതായത് ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമാണിത്. അതൊന്ന് പഠിച്ചു വയ്ക്കുക. കാരണം നമ്മൾ ഡോ ഓഫ് ടി നമ്മൾ പറയുന്ന പോലെ തന്നെ എക്സ് ഓഫ് ടി മൈനസ് ടീൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമാണ് e⁻−st. കാരണം ഒരു ചെറിയ ഡിലേ അല്ലേ, 1/s+ ചെയ്യുന്ന പോലെ. അപ്പം അതാണ് അതിൻ്റെ കാര്യം. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് y ഓഫ് എസ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി e⁻−st. ഇത് ഓർത്ത് വയ്ക്കുക. ട്രാൻസ്പോർട്ടേഷൻ ഡിലേ എന്ന് പറഞ്ഞാൽ e⁻−st ആണ് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. ഓക്കെ, ഈ ആക്ച്വലി നമ്മുടെ ഈ RH ക്രൈറ്റീരിയൻ്റെ ലിമിറ്റേഷൻ എന്താ? ഇപ്പോൾ നമ്മൾ പറയുകയാണ് ലിമിറ്റേഷൻസ് ഓഫ് RH ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രശ്നം വരിക? അതായത് ഇത് കറക്റ്റ് പോൾ എവിടെ ഉള്ളതെന്നൊന്നും പറയുന്നില്ല. ഇത്ര പോളുണ്ട് ലെഫ്റ്റിൽ, ഇത്ര പോളുണ്ട് റൈറ്റിൽ, ഇങ്ങനത്തെ കാര്യങ്ങളെ പറയുന്നുള്ളൂ. ശരിയല്ലേ? അപ്പം ഇറ്റ് ഡസ് നോട്ട് ടെൽ ദ പോൾ ലൊക്കേഷൻ. പോൾ ലൊക്കേഷൻ ഒന്നും അത് പറയുന്നില്ല. ശരിയല്ലേ? അതുപോലെ തന്നെ നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ കോഎഫിഷ്യൻസ്, ദ കോഎഫിഷ്യൻസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താവണം? നിർബന്ധമായിട്ടും കോൺസ്റ്റൻ്റ് ആവണം. അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കോൺസ്റ്റൻ്റ് ആയേ പറ്റും. അതായത് കോൺസ്റ്റൻ്റ് ആയാലേ പറ്റൂ. ഓക്കെ, അതായത് അത് എസിൻ്റെ ഒരു ഫംഗ്ഷൻ ഒന്നും ആവാൻ പാടില്ല. ഓക്കെ, എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതായത് എഴുതിക്കോ, കനോട്ട് ബി എ ഫംഗ്ഷൻ ഓഫ് എസ്. എസിൻ്റെ ഒരു ഫംഗ്ഷൻ ഒന്നും ആവാൻ പാടില്ല, നിർബന്ധമായിട്ടും അതൊരു കോൺസ്റ്റൻ്റ് തന്നെ ആയിരിക്കണം. ഓക്കെ, അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഇപ്പോൾ നമ്മൾക്ക് ഈ e⁻x നമുക്ക് എങ്ങനെ എഴുതാം? 1+x/1 ഫാക്ടോറിയൽ പ്ലസ് x² / 2 ഫാക്ടോറിയൽ പ്ലസ് s³ / 3 ഫാക്ടോറിയൽ പ്ലസ് ഇങ്ങനെ പോകും.
ശരിയല്ലേ? ഇവിടെ നമ്മൾ e raised to minus st ആണ്. അപ്പോൾ e raised to minus st equal to 1 minus st by 1 factorial. അത് 1 തന്നെ പ്ലസ് st the whole square by 2 factorial plus st the പ്ലസ് അല്ല മൈനസ് അല്ലേ വരിക, മൈനസ് st the whole cube by 3 factorial പ്ലസ് അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ അല്ലേ? e raised to x എക്സ്പെൻഷ്യൽ ഫോമാണിത്. അപ്പോൾ ഇത് പ്രകാരം നമ്മൾ ബാക്കിയുള്ള ടേമുകളൊക്കെ വലിയ വലിയ ടേമുകളൊക്കെ അപ്രോക്സിമേറ്റ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് e raised to minus st as 1 minus st. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇനി മുതൽ ഈ e raised to minus st എന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എസ് ടേമിലേക്ക് മാറ്റുമ്പോൾ 1 minus st സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഇങ്ങനെ എഴുതിയാൽ മാത്രമേ നമുക്ക് റൂട്ട് ക്രൈറ്റീരിയ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ലാഗ് പറയാനുള്ള കാരണം. അപ്പോൾ e raised to minus st എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മുതൽ 1 minus st എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം അത് ഒരു ലാഗിനെ അത് എന്ത് ചെയ്യുന്നുണ്ട്? റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ എഴുതാം. ഒരു യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ഇതിൻ്റെ ജി ഓഫ് എസ് തന്നിട്ടുണ്ട്. k ഇൻറ്റു OLTF ആണ്, ഓപ്പൺ ലൂപ്പ് ജിയോ e raised to minus s ഡിവൈഡഡ് ബൈ s ഇൻറ്റു s സ്ക്വയർ പ്ലസ് 5s പ്ലസ് 9. ഓക്കെ, ഇവിടെയും കെൻ്റെ വാല്യൂകൾ കാണാൻ വേണ്ടി പറയുന്നത് സിസ്റ്റം സ്റ്റേബിൾ ആവണം. അപ്പോൾ ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതും? 1 പ്ലസ് ജി ഓഫ് എസ് ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ 1 പ്ലസ് ജി ഓഫ് എസ് എന്താ? k ഇൻറ്റു e raised to minus s ഡിവൈഡഡ് ബൈ s ഇൻറ്റു s സ്ക്വയർ പ്ലസ് 5s പ്ലസ് 9 ഈക്വൽ ടു 0. യു ക്യാൻ റൈറ്റ് s ക്യൂബ് പ്ലസ് 5s സ്ക്വയർ പ്ലസ് 9s പ്ലസ് k ഇൻറ്റു e raised to s ഈക്വൽ ടു 0. ക്ലിയർ? അടുത്തത് s ക്യൂബ് പ്ലസ് 5s സ്ക്വയർ പ്ലസ് 9s പ്ലസ് ഈ പറഞ്ഞ k ഇൻറ്റു e raised to minus s-നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം എന്നാണ് പറയുന്നത്? 1 minus s എന്നാണ് എഴുതുന്നത്. e raised to minus st ആണ് 1 minus st. e raised to minus s എന്ന് പറയുമ്പോൾ 1 minus s വരും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്കതിനെ മാറ്റി എഴുതാം. ഇതെല്ലാം സിഗ്നൽസ് ആണ്. സിഗ്നൽസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ സിഗ്നൽസ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആക്കി തരാം. ഓക്കെ, ദെൻ ഇനി നമ്മൾ മാറ്റി എഴുതുമ്പോൾ എസ് ക്യൂബ് പ്ലസ് 5s സ്ക്വയർ പ്ലസ് 9s ഇവിടുത്തെ കെയും കൂടി വരൂലേ? അപ്പോൾ 9s മൈനസ് ks, അപ്പോൾ 9 മൈനസ് k ഇൻറ്റു എസ് എന്ന് എഴുതാം. 9 മൈനസ് k ഇൻറ്റു എസ് പ്ലസ് k ഈക്വൽ ടു 0. ക്ലിയർ? ഇനി നമ്മൾ റൂട്ട് അറേ ഫോം ചെയ്യുമ്പോൾ എസ് ക്യൂബ് എസ് സ്ക്വയർ 1 9 മൈനസ് k 5k. അതായത് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 45 മൈനസ് 5k ഡിവൈഡഡ് ബൈ 5 അതുപോലെ k. ഇതിലൊരു കാര്യം ഉറപ്പാണ്, നമുക്ക് എന്താണ്? k ഗ്രേറ്റർ ദാൻ 0 ആണ്, ഇതും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അപ്പോൾ 45 മൈനസ് 5k 45 മൈനസ് 5k പിന്നെ ഗ്രേറ്റർ ദാൻ അല്ലേ? 45 മൈനസ് 5k മൈനസ് k ഉണ്ടല്ലേ? ഇവിടെ ഒരു മൈനസ് k ഇല്ല, മൈനസ് k ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ 45 മൈനസ് 6k ഗ്രേറ്റർ ദാൻ 0, 45 ഗ്രേറ്റർ ദാൻ 6k അല്ലെങ്കിൽ 6k ലെസ് ദാൻ 45. സോ k ലെസ് ദാൻ 45 ബൈ 6. ക്ലിയർ? നമുക്ക് റേഞ്ച് എഴുതാം 0 ലെസ് ദാൻ k ലെസ് ദാൻ 45 ബൈ 6. സോ ദിസ് ഈസ് ദ റേഞ്ച്. ക്ലിയർ? റേഞ്ച് ആണുള്ള പ്രോബ്ലം സ്ഥിരം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനി പോലെ e raised to minus s വന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി, അല്ലാതെ അവിടെ കൺഫ്യൂഷനായിട്ട് നിൽക്കരുത്. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഓക്കെ, അത്തരത്തിൽ നമുക്ക് ഈസി ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് പുതിയൊരു ടോപ്പിക്കാണ് റിലേറ്റീവ് സ്റ്റെബിലിറ്റി. ഓക്കെ, റിലേറ്റീവ് സ്റ്റെബിലിറ്റി. റിലേറ്റീവ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഡിഗ്രി ഓഫ് സ്റ്റെബിലിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, അതായത് നമ്മൾ ഇത്ര നേരം പഠിച്ചത് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്നുള്ളതാണ്. ഇവിടെ സ്റ്റേബിളും അൺസ്റ്റേബിളും അല്ല, അതായത് ഇപ്പോൾ 2-3 പോളുകൾ ഇപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു
പോൾസ് എല്ലാ സാധനങ്ങളും ലെഫ്റ്റിലാന്ന് വിചാരിക്കും. അപ്പം ലെഫ്റ്റിലാകുമ്പോൾ എല്ലാം സ്റ്റേബിൾ ആണല്ലോ. അതിപ്പോൾ 2-3 പോളുണ്ട്. അപ്പോൾ അതിലുള്ളതിൽ ഏതാണ് കൂടുതൽ സ്റ്റേബിൾ, അതാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഏതാണ് റിലേറ്റീവ് എന്ന് നമ്മൾ റിലേറ്റീവ് മോഷൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ തന്നിരിക്കുന്നതിൽ ഏതാണ് കൂടുതൽ സ്റ്റേബിൾ അതിനെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അത് ആണ് നമ്മുടെ ഡിഗ്രി ഓഫ് റിലേറ്റീവ് സ്റ്റെബിലിറ്റി. സോ ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് സ്റ്റെബിലിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് നമ്മുടെ റിലേറ്റീവ് സ്റ്റെബിലിറ്റി. അതായത് ഏത് പൂൾസാണ് മോർ സ്റ്റേബിൾ ദാൻ അതേഴ്സ്, അല്ലെങ്കിൽ ഏത് പൂൾസാണ് മോർ സ്റ്റേബിൾ ദാൻ അതേഴ്സിനെ സൂചിപ്പിക്കുന്നു. അതായത് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ, if you are having 2 or 3 poles in a function, അപ്പോൾ അതിൽ the system whose poles are farther from origin is more stable. ഓക്കെ, ഒറിജിനിൽ നിന്ന് കൂടുതൽ അകലെയുള്ള ആളാണ് കൂടുതൽ സ്റ്റേബിൾ. അതാണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്. അതെങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് നിങ്ങളുടെ 2 പോളുകളാണിത്, ഏതൊക്കെ, ഇത് -P1 -P2 എന്ന് വിചാരിക്കും. ഈ പോളുകളുടെ സ്റ്റെബിലിറ്റിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ഏത് ഫങ്ഷനാണോ ഫാസ്റ്ററായിട്ട് ഡീക്കേ ചെയ്യുന്നത്, അതായത് വിച്ച് ട്രാൻസിയൻ ഡീക്കേസ് ഫാസ്റ്റർ. അപ്പോൾ ട്രാൻസിയൻ ഡീക്കേസ് ഫാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ ഫൈനൽ സ്റ്റേറ്റ് കഴിഞ്ഞ് സ്റ്റഡി സ്റ്റേറ്റിലേക്കുള്ള ആ ഇത് ഏറ്റവും പെട്ടെന്ന് ആരാവുന്നോ അതാണ് കൂടുതൽ സ്റ്റേബിൾ ആവുക. അപ്പം വിച്ച് ട്രാൻസിയൻ ഡീക്കേസ് ഫാസ്റ്റർ എന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതായത് ട്രാൻസിയൻ്റ് ഡീക്കേസ് ഫാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം പെട്ടെന്ന് സെറ്റിൽ ഡൗൺ ആവണം. ഓക്കെ, സിസ്റ്റം പെട്ടെന്ന് സെറ്റിൽ ഡൗൺ ആവണം. അപ്പോൾ സിസ്റ്റം പെട്ടെന്ന് സെറ്റിൽ ഡൗൺ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈമിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. ടൈമിനെങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറയാം. നിങ്ങളുടെ ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 / പോൾ ലൊക്കേഷനാണ്, അതായത് ഡിസ്റ്റൻസ് ഫ്രം ഇമാജിനറി ആക്സിസ്. അപ്പോൾ ഇപ്പോൾ സപ്പോസ് നമ്മൾ ആദ്യത്തെ ടൈം കോൺസ്റ്റൻറ്റ് T1 = 1/P1 T2 = 1/P2 ആണ്. ശരിയല്ലേ? ഇപ്പോൾ സപ്പോസ് ഇഫ് P2 ഗ്രേറ്റർ ദാൻ P1 ആണെന്ന് വിചാരിക്കുക. അതായത് ഇത് ഗ്രേറ്റർ ആവണം എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ ടൈം കോൺസ്റ്റൻറ്റ് 1ൻ്റെ കൂടുതലായിരിക്കും, ഗ്രേറ്റർ ദാൻ T2. ശരിയല്ലേ? ഇതിൻ്റെ ടൈം കോൺസ്റ്റൻ്റ് ആണ് കൂടുതൽ. അതായത് ട്രാൻസിയൻ്റ് ഡീക്കേ ഫാസ്റ്റർ. ട്രാൻസിയൻ്റ് ഡീക്കേ വെച്ചാൽ കൂടുതൽ പെട്ടെന്ന് ഡീക്കേ ആവുന്ന സാധനം. അപ്പോൾ ഇത് വേഗം സെറ്റിൽ ഡൗൺ ആവാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ബെറ്റർ ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ P2 ആണ് കുറച്ചും കൂടി എന്ത് വരിക, സ്റ്റേബിൾ ആയിട്ട്. അത് വേഗം സെറ്റിൽ ഡൗൺ ആവും. അതായത് ഇതിങ്ങനെ വേഗം ഇൻഫിനിറ്റി പോയി സെറ്റിൽ ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. ഇത് സെറ്റിൽ ഡൗൺ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ചിന്തിച്ചാലും മതി. ഇനി അതും ചിന്തിക്കുന്നില്ലെങ്കിൽ ഒറ്റ കാര്യം വെച്ചാൽ മതി. ഫോർ ദ സിസ്റ്റം ഇൻ വിച്ച് ദ ടൈം കോൺസ്റ്റന്റ് ഈസ് സ്മോളർ ടൈം കോൺസ്റ്റന്റ് കിട്ടുന്ന സാധനം കൂടുതൽ സ്റ്റേബിൾ. അത്ര മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, ഒന്നുകിൽ സ്മോളർ ടൈം കോൺസ്റ്റന്റ് സ്റ്റേബിൾ, അല്ലെങ്കിൽ പോൾ ഫാർദർ ഫ്രം ഒറിജിന് അകലെ നിൽക്കുന്ന ആളായിരിക്കും കൂടുതൽ സ്റ്റേബിൾ. അതായത് ടൈം കോൺസ്റ്റന്റ് കുറവുള്ള ആളായിരിക്കും കൂടുതൽ സ്റ്റേബിൾ. ദാറ്റ് ഈസ് അതിൻ്റെ കാരണം അത് പെട്ടെന്ന് സ്റ്റഡി സ്റ്റേറ്റിലേക്ക് എത്താനുള്ള കാര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതാണ് കുറച്ചും കൂടി സ്റ്റേബിളായിട്ട് വരിക. ഓക്കെ, ഇനി റിലേറ്റീവ് സ്റ്റെബിലിറ്റി നമ്മൾ റൂത്ത് ഹാർവേഡ്സിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളൊരു എസ് പ്ലെയിൻ അസ്യൂം ചെയ്യുമ്പോൾ നമുക്കറിയാം എസ് പ്ലെയിനിൽ സിഗ്മ ഉണ്ടാവും, ഇവിടെ ജെ ഒമേഗ ഉണ്ടാവും. ശരിയല്ലേ? ഒരു പുതിയൊരു വേരിയബിൾ ഇവിടെ പ്ലോട്ട് ചെയ്യുന്നു. ഇതാണ് -A. ഓക്കെ, -A നമ്മളവിടെ പ്ലോട്ട് ചെയ്യുന്നു. അപ്പം ഈ വേരിയബിളിനെ നമ്മൾ എസ് പ്ലെയിനിലേക്ക് മാറ്റുവാണ്. എസ് പ്ലെയിനിലേക്ക് സെഡ് പ്ലെയിനിലേക്ക് മാറ്റുവാണ്. ഓക്കെ, അപ്പോൾ സെഡ് പ്ലെയിനിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ അതുമായിട്ട് അസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുവാണ്. ഒരു പുതിയ വേരിയബിൾ ഞാനിവിടെ -A നമ്മൾ പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പം വി ആർ അസ്യൂമിങ് ലൈക്ക് ദിസ് എസ്, അതായത് ആ പോള് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് Z - A. അതായത് ഒരു ന്യൂ വേരിയബിൾ അസ്യൂം ചെയ്യുകയാണ്, S = Z - A.
അതായത് ഇഫ് z ഈക്വൽ ടു 0 ആണെങ്കിൽ എസ് എന്താണ് മൈനസ് എ ആണ്. ഓക്കെ, z ഈക്വൽ ടു 0 ആണെങ്കിൽ എസ് എന്താണ് മൈനസ് എ ആണ്. ഓക്കെ, അതായത് ഈ പ്ലെയിനിലെ, അതായത് z പ്ലെയിനിലെ ഒറിജിൻ, ഇഫ് ദ ഒറിജിൻ ഈസ് ഇൻ z പ്ലെയിൻ, origin in z plane is s equal to minus a in your s plane. Clear? ഈ z പ്ലെയിൻ്റെ ഒറിജിൻ സെഡിലാണെങ്കിൽ, അതായത് z 0 ആണെങ്കിൽ എസ് പ്ലെയിനിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും മൈനസ് എ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഈ ലൈനിൽ നമുക്ക് പറയാം എസ് മൈനസ് എ ആണ് എപ്പോൾ ഇഫ് യുവർ z ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക സെറ്റ് പ്ലെയിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾ എസ് ഈക്വൽ ടു സെഡ് മൈനസ് എ എന്നുള്ള കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മുടെ റൂട്ട് ക്രൈറ്റീരിയ നമുക്ക് എന്താ പറഞ്ഞിരുന്നത്? ആക്ച്വലി നമ്മൾ എത്ര പോളുകൾ നമ്മൾ ജിയോമെട്രിക് ആക്സിസിന് ലെഫ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ എത്ര എണ്ണം റൈറ്റിലുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ശരിയല്ലേ? അപ്പോൾ അതാണ് റൂട്ട് ക്രൈറ്റീരിയൻ്റെ പറയുന്നത്. പിന്നെ റിലേറ്റീവ് സ്റ്റെബിലിറ്റി എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, so what we are analyzing is, if നമ്മുടെ ഈ പറഞ്ഞ ഈ പ്ലെയിൻ, ഓക്കെ, ഈ പ്ലെയിനിൽ നമ്പർ ഓഫ് പോൾസ് ടു ദ ലെഫ്റ്റ് ഓഫ് z ഈക്വൽ ടു 0, ഇതാണ് നമ്മുടെ z ഈക്വൽ ടു 0. ശരിയല്ലേ? അപ്പം ഈ z ഈക്വൽ ടു 0 ലെഫ്റ്റിലേക്ക് നമ്മൾ പോള് പോകും തോറും, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ we know that the number of poles to the left of s equal to minus, അതായത് z equal to 0 ലെഫ്റ്റിലേക്ക് പോകുന്നു പറയാം, അല്ലെങ്കിൽ s equal to minus ചെയ്ത് ലെഫ്റ്റിലേക്ക് പോകുന്നു പറയാം. ഓക്കെ, അപ്പം അങ്ങനെ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് അല്ലെ y ആക്സിസിൻ്റെ ലെഫ്റ്റിലേക്ക് നമ്മൾ ഇഫ് യു കീപ്പ് ഓൺ മൂവിങ്, നമുക്ക് സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യാം. അതെങ്ങനെ അനലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് നമ്മളിപ്പം പറഞ്ഞത്. അതായത് നമ്മൾ പറയുന്നത് ഈ സെറ്റ് പ്ലെയിനിൻ്റെ രീതിയിൽ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞതേ കൺസെപ്റ്റ് തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ സപ്പോസ് രണ്ട് സിസ്റ്റം ഉണ്ടോയെന്ന് വിചാരിക്കും, ഇത് സിസ്റ്റം 1ഉം ഇത് സിസ്റ്റം 2ഉം. ഓക്കെ, ഇഫ് യു ആർ പ്ലേസിങ് എ ലൈൻ ലൈക്ക് ദിസ്, ഓക്കെ, ലൈൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺസ്റ്റൻ്റ്ലി ആ ലൈനിൽ നിന്ന് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം? കോൺസ്റ്റൻ്റ്ലി ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ്, ഈ ലൈനിൻ്റെ റൈറ്റിൽ വെച്ചാൽ ഈ ലൈനിൻ്റെ റൈറ്റിലുള്ള സിസ്റ്റം വിൽ ബി ലെസ്സർ സ്റ്റേബിൾ. അതിന് കാരണം അത് ഏതിലേക്ക് ടെൻഡ് ചെയ്യുന്നു? ഒറിജിനിലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒറിജിൻ്റെ അടുത്താണ്. അതുകൊണ്ട് അത് ലെസ്സർ സ്റ്റേബിളും ദിസ് വിൽ ബി മോർ സ്റ്റേബിൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതങ്ങനെ ആ ഇത്തരത്തിൽ അനലൈസ് ചെയ്താൽ മതി. നമ്മൾ സെഡ് പ്ലെയിനും എസ് പ്ലെയിനിലും ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ എസ് പ്ലെയിന് അല്ലെ, നിങ്ങൾ എസ് ഈക്വൽ ടു സെഡ് മൈനസ് എ എന്നുള്ള കാര്യം നമുക്ക് അറിയാനുണ്ട്, അത് അറിഞ്ഞിരിക്കുക. ഇനി പറഞ്ഞ പോലെ മോർ സ്റ്റേബിൾ ലെസ്സർ സ്റ്റേബിൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മതി, വേറെ ഇത് കൂടുതൽ നമുക്ക് ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ അനാലിസിസ്. ഇനി നമ്മൾ ഇവിടെ ഈ പ്രോബ്ലത്തിൽ നമ്മളതെങ്ങനെ അനലൈസ് ചെയ്യുക വെച്ചാൽ ഞാനൊരു പ്രോബ്ലം തരാം. ഇഫ് യു ആർ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ഈക്വൽ ടു എസ് ക്യൂബ് പ്ലസ് 7s സ്ക്വയർ പ്ലസ് 25s പ്ലസ് 39, ഓക്കെ, ഈക്വൽ ടു 0, നമ്മൾ എന്തൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് വെച്ചാൽ നമ്പർ ഓഫ് റൂട്ട്സ് which are lying on left half plane. ഓക്കെ, നമ്മുടെ ലെഫ്റ്റ് ഹാഫ് സൈഡ് ഓഫ് സിഗ്മ ഈക്വൽ ടു -1. അതുപോലെ തന്നെ ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് റൂട്ട്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ which has a real part more negative than -1. -1 മോർ നെഗറ്റീവ് ആയിട്ടുള്ള റിയൽ പാർട്ടിൻ്റെ അവിടെ എത്ര റൂട്ട്സ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലത്തിന് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
നമുക്ക് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സിഗ്മയും ജെ ഒമേഗയാണ് നമ്മൾ, കാരണം സിഗ്മ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പറയുന്നത് നമുക്ക് നമ്പർ ഓഫ് ഫ്ലൂയിഡ്സ് ലൈയിങ് ഓൺ ദ ലെഫ്റ്റ് ഹാഫ് സൈഡ് ഓഫ് സിഗ്മ ഈക്വൽ ടു -1. ഓക്കെ, അപ്പം അതുപോലെ തന്നെ പറയുന്നത് നമ്പർ ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വിച്ച് ഹാസ് റിയൽ പാർട്ട് മോർ ദാൻ -1. അപ്പം -1 ഒരു റൂട്ട് ഉണ്ട്. ഓക്കെ, അപ്പം -1 ഇവിടെ ഉണ്ടാവും. പിന്നെ എത്ര റൂട്ട്സ് ലൈയിങ് ഓൺ ലെഫ്റ്റ് ഹാഫ് സൈഡ് ഓഫ് സിഗ്മ ഈക്വൽ ടു -1ന്റെ ലെഫ്റ്റിൽ എത്ര റൂട്ട്സ് ലൈ ചെയ്യുന്നുണ്ട്. അത് ഇവിടെ സിഗ്മ പറയുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിൽ റിയൽ പാർട്ട്, അതായത് സിഗ്മ എന്ന് പറഞ്ഞാൽ <1 ആയിരിക്കും. ശരിയല്ല, കാരണം നമുക്ക് ഇവിടെ എത്ര സിഗ്മ <1 ആയി, കാരണം ഇവിടെ ഇങ്ങോട്ടേക്ക് പോകുന്തോറും നമ്മളിപ്പോൾ -2 -3 അങ്ങനെയല്ലേ പോവുക. അതായത് എങ്ങനെ നോക്കിയാലും ഈ -1 അല്ലേ വലുത്, അതുകൊണ്ടാണ് ഞാൻ സിഗ്മ <-1 എന്ന് എഴുതുന്നത്. ഓക്കെ, അപ്പം ലെഫ്റ്റിലേക്ക് പോകുന്ന റിയൽ പാർട്ട്, സിഗ്മന്റെ റിയൽ പാർട്ട് വിൽ ബി ഓൾവേസ് <-1. ഓക്കെ, ഇനി എങ്ങനെയാണ് പ്രോബ്ലത്തിൽ അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞത്? അസ്യൂം Z-A, അതിവിടെ എക്ക് വേറെ ആരാണ് -1, എക്ക് വേറെ ആരാണ് 1. ഓക്കെ, അപ്പം Z-1. ഇവിടെ എസ് എത്രയാണ്? -1 കൊടുക്കുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് 0 അല്ല, Z പ്ലെയിനിൽ എന്താ ഒരു 0 വരും. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ 1 + g(s) × h(s) നമ്മൾ എസിന് പകരം 0 Z-1 പുട്ട് ചെയ്യുക, +7 × Z-1 the whole square +25 × Z-1 +39 = 0 പുട്ട് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് പണിയുണ്ടത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 3 റൂട്ട്സ് നിങ്ങളെ ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിൽ ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, 3 റൂട്ട്സ് ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിലേക്ക് ലൈ ചെയ്യുന്നത് കിട്ടും. ക്ലിയർ? പക്ഷെ ഇത് ഈ രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ്, കാരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂത്ത് എടുത്ത് കഴിഞ്ഞിട്ടൊക്കെ ചെയ്യണം. അപ്പോൾ ഇതൊരു അത്ര ഫീസിബിൾ മെത്തേഡ് അല്ല. നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിലേക്ക് പോവാം. അതായത് പിന്നെ ഒരു കാര്യം പറയാം, അതായത് നമ്മുടെ ഈ റൂത്ത് ഹാർവിറ്റ്സ് ക്രൈറ്റീരിയ ആക്ച്വലി, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് റൂത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെയും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. ഇപ്പോൾ റൂത്ത് ഹാർവിറ്റ്സ് ക്രൈറ്റീരിയ ആക്ച്വലി റിലേറ്റീവ് സ്റ്റെബിലിറ്റി കാണാനുള്ളതല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു. കാരണം ഏതാണ് മോർ സ്റ്റേബിൾ അല്ലെങ്കിൽ ഏതാണ് ലെസ് സ്റ്റേബിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. റൂത്ത് ഹാർവിറ്റ്സ് ക്രൈറ്റീരിയ എന്ത് മാത്രമേ ചെയ്യാവുന്നുള്ളൂ? അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി മാത്രമേ കാണൂ, അതായത് സ്റ്റേബിൾ ആണോ അല്ലയോ ഇത് മാത്രമേ അവർക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. അപ്പോൾ അത് മാത്രമേ അവർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലത്തിന് നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം? നേരത്തെ പോലെ തന്നെ നമുക്ക് S = Z-1 പുട്ട് ചെയ്യണം, അതിൽ സംശയം വരുന്നില്ല. അപ്പോൾ Z-1 the whole cube +3k + 1 into Z-1 the square plus ഓക്കെ, ഈ റൂത്ത് ഹാർവിറ്റ്സിൻ്റെ പ്രോബ്ലം ഞാൻ ചെയ്തു തരാം. അതിൽ ചെറിയൊരു എറർ ഉണ്ട്. ഓക്കെ, റെക്ടിഫൈ ചെയ്തിട്ട് ഞാൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ റൂത്ത് ഹാർവിറ്റ്സ് അല്ല, നമ്മുടെ റിലേറ്റീവ് സ്റ്റെബിലിറ്റിൻ്റെ ക്രൈറ്റീരിയ മാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. പ്രോബ്ലം ഞാൻ പിന്നെ അനലൈസ് ചെയ്ത് തരാം കേട്ടോ. ഈ കൺസെപ്റ്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി, പ്രോബ്ലംസ് പിന്നെ ചെയ്തു തരാം. ഈ വഴി ചെയ്താൽ ഒരു പ്രശ്നമുണ്ട്, നമുക്കത് വേറൊരു തരത്തിൽ ചെയ്യണം. ഓക്കെ, അത് ഞാൻ പിന്നെ ഡിസ്കസ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് സ്റ്റെബിലിറ്റി നിങ്ങൾ ആ കൺസെപ്റ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, നമുക്കത് പിന്നെ ചെയ്യാം. ഓക്കെ, ഇനി നമ്മളൊരു പുതിയ കൺസെപ്റ്റിലേക്കാണ് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഓരോ സ്റ്റെപ്പുകളും അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് നിങ്ങളത് കേൾക്കണം. അതിൻ്റെ ഹെഡിങ് ആണ് റൂട്ട് ലോക്കസ് ഡയഗ്രാം. ഓക്കെ, റൂട്ട് ലോക്കസ് ഡയഗ്രാം. അപ്പോൾ റൂട്ട് ലോക്കസ് ഡയഗ്രാംസിൽ നമ്മൾ ആക്ച്വലി ലോക്കസ് എന്ന് പറയുന്നത് നമ്മളൊരു പോയിന്റ് ഇങ്ങനെ ട്രേസ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം
നമുക്കറിയാം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അല്ലെ, പോൾസ് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിൻ്റെ ലോക്കസ് ആണ് ഇവിടെ ആക്ച്വലി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അവരുടെ നിങ്ങൾ സിസ്റ്റം ഒരു പാരാമീറ്റർ വേരി ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ റൂട്ട് ലോക്കസ് ഡയഗ്രാം നമ്മൾ വെറുതെ എഴുതി വെച്ചോ. ഇറ്റ് ഈസ് ദ locus of roots of characteristic equation as certain parameter of system is varied. സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും ഒരു പാരാമീറ്റർ വേരി ചെയ്യുമ്പോൾ ഉള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിൻ്റെ ലോക്കസ് കണ്ടുപിടിക്കുന്ന പരിപാടിയാണ്. ലോക്കസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പാത്താണ്. ആ റൂട്ട്സ് എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ ആ റൂട്ട്സിനെ ട്രേസ് ചെയ്യുന്ന പാത്തിനാണ് നമ്മൾ ലോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എടുക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റമാണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ നമുക്കറിയാം അല്ലെ, ഇഫ് യു വിൽ നോ ദാറ്റ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്, ഇഫ് സപ്പോസ് ഒരു ഗെയിൻ ഇൻറ്റു നിങ്ങളുടെ ഫംഗ്ഷൻ ആണെങ്കിൽ യു നോ ദാറ്റ് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ഈക്വൽ ടു 0, ശരിയല്ലേ? അപ്പോൾ ഇഫ് നമ്മുടെ ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ഈക്വൽ ടു ഗെയിൻ ഇൻറ്റു എ ഫംഗ്ഷൻ ആണെങ്കിൽ യു ക്യാൻ റൈറ്റ് ജി ഓഫ് എസ് ഇഫ് എച്ച് എഫ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ അകത്ത് നിന്ന് -1. അതായത് നിങ്ങൾക്ക് ഇത് ഇക്വേറ്റ് ചെയ്യാം. സോ കെ ഇൻറ്റു എഫ് ഓഫ് എസ് ഈക്വൽ ടു -1. അതായത് ഇതിൻ്റെ നമ്മൾ മോഡ് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 1, ശരിയല്ലേ? സിമിലർലി ഇതിൻ്റെ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് വാല്യൂ 2n + 1 × π. ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് വാല്യൂകൾ. അതായത് നിങ്ങളൊരു ഫംഗ്ഷൻ എടുക്കുവാണ്, അതിൻ്റെ കെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഒരു കെ കോൺസ്റ്റൻ്റ് ആണ്. ആ ഫംഗ്ഷൻ്റെ മൾട്ടിപ്ലൈ കെ കിട്ടിയാൽ ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു 1. ഇതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നിറ്റ്യൂഡ് കണ്ടീഷൻ. മാഗ്നിറ്റ്യൂഡ് കണ്ടീഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടീഷൻ ആണ് ദ ഗെയിൻ ഇൻറ്റു ദ ഫംഗ്ഷൻ മോഡ് ഈക്വൽ ടു 1. ഇനി ആംഗിൾ കെൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ കണ്ടീഷൻ. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ കണ്ടീഷൻ. അപ്പോൾ ആംഗിൾ കണ്ടീഷൻ ഡിഫൈൻസ് ദാറ്റ് ആംഗിൾ കെ ഇൻറ്റു എഫ് ഓഫ് എസ് ഈക്വൽ ടു 2n + 1 × π. അതായത് ഇവിടെ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഒരു ഓഡ് മൾട്ടിപ്പിൾ ആവണം. അതും കൂടി എഴുതി വയ്ക്കുക. ആംഗിൾ should be an odd multiple of π. ഓക്കെ, അപ്പം ഈ കണ്ടീഷനുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂട്ട് ലോക്കസ് സംബന്ധിച്ചത് മാഗ്നിറ്റ്യൂഡ് ഓഫ് കെ ഇൻറ്റു എഫ് ഓഫ് എസ് ഈക്വൽ ടു 1 അതുപോലെ തന്നെ ആംഗിൾ ഓഫ് കെ എഫ് ഓഫ് എസ് ഈക്വൽ ടു 2n + 1 × π. ഓക്കെ, അതുപോലെ നമ്മളിപ്പോൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വാല്യൂസ് ഓഫ് എസ് കിട്ടും, ശരിയല്ലേ? അപ്പം വാല്യൂസ് ഓഫ് എസ് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ എഴുതി വയ്ക്കുക. വാല്യൂസ് ഓഫ് എസ് ദാറ്റ് സാറ്റിസ്ഫൈ ദീസ് കണ്ടീഷൻസ്, ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് ആണെങ്കിൽ ദേ ആർ സെഡ് ടു ലൈ ഓൺ റൂട്ട് ലോക്കസ്. അവ റൂട്ട് ലോക്കസിൽ ലൈ ചെയ്യുന്നു നമുക്ക് പറയാം. ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഈ കണ്ടീഷനും ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് ഓഫ് എസ് ആണെങ്കിൽ നമുക്ക് പറയാം അവർ ഈ റൂട്ട് ലോക്കസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ ആംഗിൾ കണ്ടീഷനും ഈ മാഗ്നിറ്റ്യൂഡ് കണ്ടീഷൻ എന്താ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ, ആംഗിൾ കണ്ടീഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഒരു പോയിന്റ് വെദർ ഇറ്റ് ഈസ് ലൈയിങ് ഇൻ റൂട്ട് ലോക്കസ് ഓർ നോട്ട്. ഓക്കെ, ഒരു പോയിന്റ് അല്ലെ ആംഗിൾ കണ്ടീഷൻ ജഡ്ജ് ചെയ്യുന്നത് വെദർ എ പോയിന്റ് ലൈസ് ഓൺ റൂട്ട് ലോക്കസ് ഓർ നോട്ട്. ഇനി മാഗ്നിറ്റ്യൂഡ് കണ്ടീഷൻ നമുക്ക് എന്ത് തരുന്നു എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ കണ്ടുപിടിക്കാനാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടീഷൻ എടുക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് കണ്ടീഷൻ ഡിഫൈൻസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ അറ്റ് വിച്ച് ദ പർട്ടിക്കുലർ വാല്യൂ, ഏത് വാല്യൂ ആണോ എസിൻ്റെ വാല്യൂ കിട്ടിയത് അത് റൂട്ട് ലോക്കസിൽ ലൈ ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കലാണ് ഇത്. അതായത്
സിംപ്ലി പറയുവാണെങ്കിൽ ആംഗിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വെരിഫിക്കേഷൻ. എന്ത് വെരിഫൈ ചെയ്യാൻ? ദാറ്റ് വെദർ ദ പോയിന്റ്, ഒരു പോയിന്റ് ലൈസ് ഓൺ റൂട്ട് ലോക്കസ് ഓർ നോട്ട്, റൂട്ട് ലോക്കസിൽ ലൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് വെരിഫൈ ചെയ്യുന്ന ആളാണ് ആംഗിൾ കണ്ടീഷൻ. whereas your magnitude condition defines is used to find the value of k. ഈ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്ത് വെക്കണം. ഓക്കെ, ആംഗിൾ കണ്ടീഷനും മാഗ്നിറ്റ്യൂഡ് കണ്ടീഷനും നമ്മൾ ഇനി അങ്ങോട്ടേക്ക് യൂസ് ചെയ്യും. ഇപ്പോൾ മാഗ്നിറ്റ്യൂഡ് കാണുന്നത് കെ കാണാനും ആംഗിൾ യൂസ് ചെയ്യുന്നത് നിങ്ങളെ ആ പോയിന്റ് റൂട്ട് ലോക്കസിൽ ലൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനുമാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന റൂട്ട് ലോക്കസിൽ ആംഗിൾസ് ഇൻ വേരിയസ് ക്വാഡ്രൻസ്. ഓക്കെ, പല ക്വാഡ്രൻറ്റുകൾ നമുക്കറിയാം, 4 ക്വാഡ്രൻറ്റുകൾ ഉണ്ട്. ആ 4 ക്വാഡ്രൻറ്റിലെയും ആംഗിൾസ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, if you are drawing like this, ഇതാണ് നമ്മുടെ റിയൽ പാർട്ട്, ഇതാണ് നമ്മുടെ ഇമാജിനറി പാർട്ട്. ശരിയാണല്ലോ? റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടിൽ നമ്മളെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എടുക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രൻ്റ്. ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ ഒരു പോയിന്റ് എടുത്തു, A, B. ശരിയല്ലേ? ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഒരു ലൈൻ വരച്ചു, ഒരു പോയിന്റ് എടുത്തു. ഏതൊക്കെയാണ്? എയും ബിയും. അതായത് ഈ എ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലെ വാല്യൂ ആണ് എ, വൈ ആക്സിസിലെ വാല്യൂ ബി. അതായത് ഇവിടുത്തെ റിയൽ പാർട്ട് എന്താണ്? 0ന് മുകളിലാണ്, അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാം. ഇമാജിനറി പാർട്ട് എന്താണ്? ഗ്രേറ്റർ ദാൻ 0. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ ആംഗിൾ മാർക്ക് ചെയ്യുവാണ്. ഓക്കെ, ആംഗിൾ ഈസ്, ഇതാണ് നിങ്ങളുടെ ആംഗിൾ. ദിസ് ഈസ് θ1. ദിസ് θ1 വിൽ ബി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്. നിങ്ങളിതൊരു ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കും. ഇതെങ്ങനെയാണ് നമ്മൾ ആംഗിൾ എടുക്കുന്നത്? ഇതിങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തു, ഇതിങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തു. ഈ മാഗ്നിറ്റ്യൂഡാണ് എന്ത്? എ, ഈ മാഗ്നിറ്റ്യൂഡാണ് എന്ത്? ബി. അല്ല, ഇത് എയും ഇത് ബിയും ആണ്. ശരിയല്ല? അപ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. സോ ഇറ്റ് വിൽ ബി ബി ബൈ എ. ടാൻ തീറ്റയാണ് ബി ബൈ എ. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ബി ബൈ എ. ക്ലിയർ? അങ്ങനെയാണ് നമ്മളതിനെ എടുക്കുന്നത്. അപ്പോൾ സിമിലർലി എല്ലാ ക്വാഡ്രൻസിലും നമ്മളത് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലാണ് എടുക്കുന്നതെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ നിങ്ങളുടെ വാല്യൂ. ഓക്കെ, ഇനി വാല്യൂസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ആണ്. ഇനി അടുത്തത് ഇവിടെയാണ് നിങ്ങളെ എയും ബിയും വരുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതായത് സെക്കൻഡ് ക്വാഡ്രൻറ്റ് റിയൽ പാർട്ട് എന്താണ്? നെഗറ്റീവാണ്, അപ്പോൾ ലെസ് ദാൻ 0. ഇമാജിനറി പാർട്ട് പോസിറ്റീവ്, കാരണം റിയൽ പാർട്ട് ഇവിടെ അല്ലേ വരുന്നത്, അപ്പോൾ നെഗറ്റീവാണ്. വേണമെങ്കിൽ മൈനസ് ചെയ്ത് എഴുതിക്കോ. പക്ഷേ കാരണം നമ്മൾ മൈനസ് ചെയ്ത് എഴുതണ്ട, കാരണം നമ്മൾ ലെങ്ത്ത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, സൈന് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊക്കെ എഴുതുമ്പോൾ യു വിൽ ബി റൈറ്റിംഗ് മോഡ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ തീറ്റ എങ്ങനെ കാണാൻ നോക്കാം. അതായത് ഇവിടുത്തെ തീറ്റ എന്ന് പറഞ്ഞാൽ ഇതാണ് ആക്ച്വലി തീറ്റ. ശരിയല്ലേ? ഇതാണ് നമ്മളെ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ആ തീറ്റ എങ്ങനെ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഓക്കെ ഒരു മിനിറ്റ്. ഈ വാല്യൂ തീറ്റ, അപ്പോൾ ഈ തീറ്റ പറഞ്ഞാൽ എത്രയാണ്? ദിസ് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് അഗെയിൻ ബി ബൈ എ, മോഡ് ബി ബൈ എ. ശരിയല്ലേ? പക്ഷേ നമ്മളിവിടുത്തെ ആംഗിൾ എടുക്കുമ്പോൾ നമ്മളെങ്ങനെ എടുക്കുന്നത് വെച്ചാൽ എപ്പോഴും എക്സ് ആക്സിസ് എടുക്കണം. നമ്മളിവിടെ എടുത്ത പോലെ ഇത് ഇവിടെ നിന്ന് എക്സ് ആക്സിസ് ഈ ലൈനിലേക്ക് പോയത്. സിമിലർലി ഇവിടെ നിന്ന് എക്സ് ആക്സിസിലേക്ക് എടുക്കണം. അപ്പോൾ അതായത് ദിസ് വിൽ ബി യുവർ ആംഗിൾ. ശരിയല്ലേ? ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ആംഗിൾ. അപ്പോൾ ഇവിടെ വരെ ഇവിടെ തൊട്ടുള്ള ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ആംഗിൾ വരിക? സോറി, ഇത് മൊത്തം 180 ആവും അല്ലേ? ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി, ഇതിനെ നമ്മൾ θ2 എന്ന് വിളിക്കുന്നു. അപ്പോൾ θ2 എന്തായിരിക്കും? യുവർ θ2 വിൽ ബി ഈക്വൽ ടു 180. ഇത് മൊത്തം 180 അല്ലേ? ഇവിടെ തൊട്ട് ഇവിടെ വരെ എടുത്ത 180 മൈനസ് ഈ ആംഗിൾ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. ദിസ് ഈസ് യുവർ സെക്കൻഡ് ആംഗിൾ ഇൻ യുവർ സെക്കൻഡ് ക്വാഡ്രന്റ്. ക്ലിയർ?
ദെൻ അടുത്ത ക്വാഡ്രൻ്റ് എടുക്കുക. ഇതാണ് നമ്മുടെ ക്വാഡ്രൻ്റ്. ഈ ക്വാഡ്രൻ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് വരിക? അതിൻ്റെ അത് അഗെയിൻ എയും ബിയും വരും അല്ലേ. ഇതാണ് നമ്മുടെ തീറ്റ. പക്ഷെ നമ്മൾ ആക്ച്വലി കാണേണ്ടത് ആരെയാണ്? നമ്മളെ എക്സിൽ നിന്നുള്ള ആംഗിൾ എടുക്കുക. എക്സിൽ നിന്ന് ഇതാണ് കാണേണ്ടത്. അപ്പം θ3 ക്ലിയർ. θ3 ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇതും നേരത്തെ അതേപോലെ തന്നെയല്ലേ വരിക? കാരണം നമ്മളെ θ3 വിൽ ബി what will be our θ3? θ3 will be theta will be again tan inverse b by l. ഇത് again tan inverse b by a എന്നല്ലേ വരിക? അപ്പം θ3 will be -180. കാരണം നേരെ നെഗറ്റീവായി അല്ല. അപ്പോൾ -180 പ്ലസ് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. ഓക്കെ, -180 പ്ലസ് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. അതായത് ഈ ക്വാഡ്രൻറ്റിലെ റിയൽ പാർട്ട് എന്താണ്? 0 ആണ്. ഇമാജിനറി പാർട്ട് എന്താണ്? <0. ഇനി നമ്മളൊരു ഫോർത്ത് ക്വാഡ്രൻറ്റ് കൺസിഡർ ചെയ്യുന്നു. എയും ബിയും നമ്മുടെ ആംഗിൾ ഇതാണ് സപ്പോസ് എങ്കിൽ ഇത് θ4 ആണെങ്കിൽ what will be your θ4? Your θ4 will be minus tan inverse b by this will be your θ4. ഇവിടെ എന്താണ്? ഇവിടെ റിയൽ പാർട്ട് ഗ്രേറ്റർ ദാൻ 0 ആണ്. പക്ഷേ ഇമാജിനറി പാർട്ട് എന്താണ്? <0 ആണ്. ശരിയല്ലേ? അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ അനലൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ വാല്യൂസ്. അപ്പോൾ ഈ 4 വാല്യൂസ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഏതൊക്കെ? θ1 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി ബൈ എ, θ2 ഈക്വൽ ടു 180 മൈനസ് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ, θ3 ഈക്വൽ ടു -180 പ്ലസ് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ, θ4 ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. ഓക്കെ, ഇത് ഏതൊക്കെ ക്വാഡ്രൻറ്റിലാണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കണം. അതാണ് θ1 θ2 എന്ന് പറഞ്ഞ് എഴുതിയത്. ക്ലിയർ? ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളുടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റും അതുപോലെ തന്നെ ഫോർത്ത് ക്വാഡ്രൻറ്റും ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഫോർത്ത് ക്വാഡ്രൻ്റ് അല്ല, ഫസ്റ്റ് ക്വാഡ്രൻറ്റും സെക്കൻഡ് ക്വാഡ്രൻറ്റിലും നിങ്ങളുടെ ആംഗിൾ എന്താണ്? പോസിറ്റീവാണ്. നോക്കൂ, പോസിറ്റീവ് ആംഗിളാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിലും പോസിറ്റീവ് ആംഗിളാണ്. പക്ഷേ തേർഡ് ക്വാഡ്രൻറ്റിലും അതുപോലെ ഫോർത്ത് ക്വാഡ്രൻറ്റിലും നിങ്ങളുടെ ആംഗിൾ എന്താണ്? നെഗറ്റീവാണ്. തേർഡ് ക്വാഡ്രൻറ്റിൽ നെഗറ്റീവാണ്, ഫോർത്ത് ക്വാഡ്രൻറ്റിൽ നെഗറ്റീവാണ്. ഓക്കെ, അതായത് നമ്മളുടെ ക്ലോക്ക് വൈസ് ആംഗിൾ, നിങ്ങളുടെ ക്ലോക്ക് വൈസ് ആംഗിൾ നോക്കുകയെന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ് ആണ് ഇങ്ങനെയല്ലേ? ഇതല്ലേ ക്ലോക്ക് വൈസ്? ക്ലോക്ക് വൈസ് ആംഗിളുകൾ ഏതൊക്കെയാണ്? നിങ്ങളുടെ θ3യും θ4ഉം. അതായത് ക്ലോക്ക് വൈസ് ആംഗിൾ ആണെങ്കിൽ ക്ലോക്ക് വൈസ് ആംഗിൾ പോസിറ്റീവും ആൻറ്റി ക്ലോക്ക് വൈസ് ആംഗിൾ എന്താണ്? നെഗറ്റീവുമാണ്. കാരണം ഇത് നേരെ തിരിച്ചാണ് വരുന്നത്. ശരിയല്ലേ? അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആംഗിൾ പോസിറ്റീവും ക്ലോക്ക് വൈസ് ആംഗിൾ എന്താണ്? നെഗറ്റീവായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. ക്ലിയർ? അപ്പോൾ ആ ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക, ആംഗിൾസ് ഓർത്ത് വയ്ക്കുക. കാരണം ഈ ആംഗിൾസൊക്കെ ആവശ്യമുണ്ടാവും. അപ്പോൾ അത് ഏത് ക്വാഡ്രൻറ്റിലാണെന്നുള്ള കൺസെപ്റ്റ് ഓർത്ത് വയ്ക്കുക. നിങ്ങളിപ്പം പ്രശ്നമാക്കണ്ട. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഇങ്ങനെയൊക്കെയാണ്. പ്രോബ്ലം വരുമ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഓക്കെ, ഒരു പ്രോബ്ലം തരാം. ആ പ്രോബ്ലം തരുന്നതിന് മുമ്പ് നമുക്ക് കോംപ്ലക്സ് നമ്പറിൻ്റെ കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കോംപ്ലക്സ് നമ്പറാണെങ്കിൽ അങ്ങോട്ട് വരിക. അപ്പോൾ കുറച്ചുകൂടി നമുക്കത് മനസ്സിലാക്കണം. ഇഫ് സപ്പോസ് നമ്മളൊരു z തന്നു -1 പ്ലസ് j4. ഇത് ഏതാണ് ക്വാഡ്രൻറ്റ്? അതായത് റിയൽ പാർട്ട് നെഗറ്റീവും ഇമാജിനറി പാർട്ട് പോസിറ്റീവും. ഇമാജിനറി പാർട്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുകളിലെ ഏതോ സാധനമാണ് അല്ലേ? മുകളിലെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ രണ്ടും പോസിറ്റീവ് ആവണം. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. ശരിയല്ലേ? അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ് ഈ തന്നിരിക്കുന്നതെന്ന് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മനസ്സിലാവണം സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണെന്ന്. സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ ആംഗിൾ എത്രയാണ്?
നമ്മൾ ഫസ്റ്റ് ക്വാർട്ടറിലെ ആംഗിൾ പഠിച്ചു എന്താണ് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. സെക്കൻഡ് ക്വാർട്ടറിലെ ആംഗിൾ എത്രയാണ്? ആംഗിൾ സെഡ് 180 മൈനസ് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. ശരിയല്ലേ? തേർഡ് ക്വാർട്ടറിൻ്റെ ആണെങ്കിലോ മൈനസ് 180 പ്ലസ് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. ഫോർത്ത് ക്വാർട്ടറിൻ്റെ ആണെങ്കിൽ മൈനസ് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. ഓക്കെ, അപ്പോൾ ക്വാർട്ടറിൻ്റെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ സുഖമായിട്ട് എഴുതാം. അപ്പോൾ ക്വാർട്ടറിൻ്റെ അനലൈസ് ചെയ്യൽ ഇങ്ങനെയാണ്. ക്വാഡ്രൻറ്റുകൾ എങ്ങനെ അനലൈസ് ചെയ്യാം? ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. സെക്കൻഡ് ക്വാഡ്രൻറ്റോ അതായത് ആണെങ്കിൽ കോംപ്ലക്സ് നമ്പറിൽ തന്നെ എഴുതി തരാം. ഇപ്പോൾ 1+j തന്നെ എടുക്കാം. ഓക്കെ, 1+j അതായത് 2 പോസിറ്റീവ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, -1+j എന്താണ് സെക്കൻഡ് ക്വാഡ്രൻറ്റ്. തേർഡ് ക്വാഡ്രൻറ്റ് ആണെങ്കിലോ റിയൽ പാർട്ട് നെഗറ്റീവ്, ഇമാജിനറി പാർട്ട് നെഗറ്റീവ്. -1 -j എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രൻറ്റ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ നമ്മുടെ റിയൽ പാർട്ട് എന്താണ് പോസിറ്റീവാണ്, ഇമാജിനറി പാർട്ട് നെഗറ്റീവാണ്. അപ്പം റിയൽ പാർട്ട് പോസിറ്റീവ്, ഇമാജിനറി പാർട്ട് നെഗറ്റീവ്. സോ ദിസ് ഈസ് യുവർ ഫോർത്ത് ക്വാഡ്രൻറ്റ്. അപ്പം ഇത് പ്രകാരം -1+j എന്ന സെക്കൻഡ് ക്വാഡ്രൻറ്റ്. ഇത് അറിയണം. ഇത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ θ1കളും അറിയാം. എന്തൊക്കെ? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ θ1 എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. സെക്കൻഡ് ക്വാർട്ടറിൽ 180 മൈനസ് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. എല്ലാം മൂടാണ്. ദെൻ -180 പ്ലസ് ടാൻ ഇൻവേഴ്സ് ബി. മൂഡ് എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ പിന്നെ വേറെ സൈൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെ തന്നെ എഴുതിയാൽ മതി, വേറെ നോക്കാനില്ല. ദെൻ ഫോർത്ത് ക്വാർട്ടറിൽ മൈനസ് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഇവിടുത്തെ ഈ ആംഗിൾ നമ്മൾ എഴുതും. ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള ആംഗിൾ എങ്ങനെ എഴുതാം? 180 മൈനസ് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. എന്താണ് ബി ബൈ എ എന്ന് പറഞ്ഞാൽ? ഈ A+JBനെയാണ് നമ്മൾ ഈ ബി ബൈ എ എന്ന് പറയുന്നത്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ആണ് ഇതിൻ്റെ ആംഗിൾ. ഓക്കെ, അതുപോലെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാണും? √A² + B². ക്ലിയർ? A+JB എന്ന് പറഞ്ഞാൽ ആംഗിൾ ടാൻ ഇൻവേഴ്സ് ബി ബൈ എയും മാഗ്നിറ്റ്യൂഡ് എന്താണ്? √A² + B² എന്നാണ് നമ്മൾ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം എന്താ ടാൻ ഇൻവേഴ്സ് ബി ബൈ എന്ന് പറയുമ്പോൾ ബി ആരാ? 4/-1. -1 എടുക്കേണ്ടത് ഞാൻ പറഞ്ഞു, കാരണം എല്ലാം മോഡുലസ് ആണ്. അപ്പോൾ 4/1 അതിൻ്റെ വാല്യൂ മാത്രം കാണും. അപ്പോൾ 4 ടാൻ ഇൻവേഴ്സ് 4. ക്ലിയർ? അത്തരത്തിലാണ് നമ്മൾ എഴുതുക. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഫ്രാക്ഷൻ തരാമെന്നിരിക്കും. -j × 2/3 /-4 -j ആണ് തരുന്നതെന്ന് വിചാരിക്കും. നിങ്ങളെങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ ഇതിനെ -2 + j3 × -4 -j5 (1) എന്നുള്ള ലെവലിലാണ് ഉള്ളത്. ശരിയല്ലേ? അപ്പോൾ നമ്മളിതിനെ ആംഗിളിലേക്ക് മാറ്റുവാണെങ്കിൽ ആംഗിൾ സെഡ് എങ്ങനെ എഴുതുകയെന്ന് വെച്ചാൽ ആദ്യത്തെ ഏത് ക്വാഡ്രൻറ്റിലാണ്? -+j. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. അപ്പോൾ 180 മൈനസ് ടാൻ ഇൻവേഴ്സ് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുക 3/2 അതായി. പ്ലസ് ഇവിടെ ഒരു പവർ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ പവറിനെ റേസ് ടു ആണ് എഴുതുക. ഓക്കെ, അപ്പോൾ -(ഓഫ്) എന്ന് പറഞ്ഞിട്ടാണ് എഴുതണം ആംഗിൾ. അത് ശ്രദ്ധിക്കുക. ഇവിടെ എത്രയാണോ പവർ അത് നമ്മൾ എടുക്കേണ്ടി വരും. മൈനസ് വരുമ്പോഴാണ്, അതായത് ഇവിടെ നെഗറ്റീവ് വരുന്നതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് പവർ വരുന്നത്. ശരിയല്ല? അപ്പോൾ ആ നെഗറ്റീവ് ഇപ്പോൾ ഇവിടെ -3 ആണെങ്കിൽ -3 എന്ന് എടുക്കണം. അപ്പോൾ -4 ആണ്, -4 എന്ന് എടുക്കണം. നമ്മൾ -1 ആയതുകൊണ്ട് -(ഓഫ്) എന്ന് എടുക്കണം. ഓക്കെ, ഓഫ്. ഇതേതാ ക്വാഡ്രൻറ്റ്? 2 നെഗറ്റീവ് ആകുമ്പോൾ തേർഡ് ക്വാഡ്രൻറ്റ്. തേർഡ് ക്വാഡ്രൻറ്റ് ആകുമ്പോൾ -180 പ്ലസ് ടാൻ ഇൻവേഴ്സ് 5/4. ഇതാണ് നിങ്ങളുടെ ഉത്തരം വരിക. ക്ലിയർ? ഇത്തരത്തിലാണ് നമ്മൾ ഈ ആംഗിളുകൾ എഴുതുന്നത്. ആകെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പവർ ശ്രദ്ധിക്കുക, ക്വാഡ്രൻറ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അവിടെ വരുന്ന ആംഗിളുകളും മനസ്സിലാക്കുക. ഓക്കെ, അതേപോലെ ഇഫ് യുവർ z = ജനറൽ ടേം പറയുകയാണെങ്കിൽ r × e⁻j⁻θ എന്ന് കണ്ടിട്ടുണ്ടോ? അതായത് ഇവിടെ പറയുന്നത് യൂളേഴ്സ് തിയറം എന്നാണ് ഇതിന് പറയുക. ഓക്കെ, ഈ സാധനത്തിന് പറയുന്ന പേരാണ് യൂളേഴ്സ് തിയറം. ഇത് z = r × e⁻j⁻θ അങ്ങനെ എഴുതുന്നപ്പോൾ z⁻n എന്ന് പറഞ്ഞാൽ r × e⁻j⁻θ അതായത് r⁻n × e⁻jn⁻θ. കണ്ടില്ലേ? ഇവിടെ മാഗ്നിറ്റ്യൂഡ് പവറിനെ റേസ് ചെയ്യും n ടൈംസ്, ആംഗിളും n ടൈംസ് റേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ z1 z2 എന്ന് എഴുതുകയാണെങ്കിൽ പറഞ്ഞത് എങ്ങനെ എഴുതാം? യു വിൽ ബി ഗെറ്റിംഗ് r1 r2 × e⁻j⁻θ1 × θ2 ഉണ്ടാവുക. നമ്മൾ എഴുതണം θ1 + θ2 എന്ന് എഴുതണം.
ഡിവിഷൻ ആണെങ്കിലോ z1/z2 എന്നാണ് വരുന്നതെങ്കിലോ r1/r2 × e raised to j × θ1 - θ2 എന്നാണ് എഴുതുക. ഇതൊക്കെ കോംപ്ലക്സ് നമ്പറിന് കുറച്ച് പ്രോപ്പർട്ടികളാണ്, ഇതൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും, അതുകൊണ്ടാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി നോക്കൂ. യു ആർ ഗിവൺ ആൻ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് g of s equal to k divided by s into s plus 2. Determine whether s equal to -1 minus j and s equal to -1, whether s equal to -1 lie on root locus. അതുപോലെ തന്നെ ഫൈൻഡ് വാല്യൂ ഓഫ് k, kയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലത്തിനെ അങ്ങനെ അപ്രോച്ച് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്ഥലത്തുള്ള ഡിറ്റർമൈൻ ചെയ്യണം. അതായത് ആദ്യം ഇപ്പോൾ സപ്പോസ് ഇതാണ് നിങ്ങളുടെ S1 ഫസ്റ്റ് റൂട്ട് S1, ഇത് S2, അപ്പോൾ രണ്ട് സ്ഥലത്തുള്ള ഡിറ്റർമൈൻ ചെയ്യണം. എന്നിട്ട് ഇതിൽ ഏത് വാല്യൂ ആണ് നമ്മൾ റൂട്ട് ലോക്കസിൽ ലൈ ചെയ്യുക എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫോർ വാല്യൂ S1നെ നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യം g of S1 into h of S1 equal to k divided by s-ന് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എത്ര -1 minus j into -1 minus j plus 2. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? k divided by -1 minus j into 1 minus j, കാരണം -1 plus 2 ആണ് 1, അപ്പോൾ 1 minus j. അപ്പോൾ ഇത് കിട്ടി, നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഇത് കിട്ടി. ഇനി നിങ്ങൾക്ക് ആംഗിൾ കണ്ടുപിടിക്കണം. ആംഗിൾ ഓഫ് GS1 into h of S1 എന്ന് എടുക്കണം. അപ്പോൾ ആംഗിൾ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം എടുക്കണം ഇത്, ഇപ്പം ഇത് എടുക്കണം. അപ്പോൾ ഇതെടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ആംഗിളല്ല എടുക്കേണ്ടത്. അപ്പം യു ഹാവ് ടു റൈറ്റ്, നമുക്ക് ഏതാണ് കൺസിഡർ ചെയ്യേണ്ടത്? നമുക്ക് ഇതിനെ മാത്രമേ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ശരിയല്ലേ? അപ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ മൈനസ് ഓഫ്, എന്തുകൊണ്ടാണ് മൈനസ് വരുന്നത് ഞാൻ പറഞ്ഞു. ഇത് മൊത്തത്തിൽ മുകളിലേക്ക് പവറായിട്ട് -1 ലെവലിലേക്കാണ് പോവുക. കാരണം ഇത് നിങ്ങൾ എഴുതുമ്പോൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് g of S1 into h of S1 മൈനസ് ഓഫ് എന്നല്ല എഴുതുക, കാരണം ഇത് മൊത്തം വാല്യൂനായിട്ട് മുകളിലേക്ക് പോലെ. അപ്പോൾ പവർ എന്താവും? -1. അപ്പോൾ മൈനസ് ഓഫ് GS1 into HS1 എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് മൈനസ് ഓഫ്. ആദ്യം GS1 ഏതാണ് ക്വാഡ്രന്റ് നോക്കുക. രണ്ടും നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഏതാ ക്വാഡ്രന്റ്? തേർഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ -180 പ്ലസ് tan ഇൻവേഴ്സ് b/a. tan ഇൻവേഴ്സ് b/a എന്ന് വെച്ചാൽ രണ്ടും 1 ആണ്. സൈൻ കൺസിഡർ ചെയ്യരുത്, ഓൾറെഡി പറഞ്ഞു, കാരണം മോഡാണ് വരുന്നത്. അപ്പോൾ tan ഇൻവേഴ്സ് 1 മൈനസ് tan ഇൻവേഴ്സ്, കാരണം ഇതേതാ ക്വാഡ്രന്റ്? ഇത് തേർഡ് ക്വാഡ്രന്റും ഇതേതാ? 1 minus j. റിയൽ പാർട്ട് 1ഉം ഇമാജിനറി പാർട്ട് നെഗറ്റീവ്. അപ്പോൾ ഏതാ ക്വാഡ്രന്റ്? ഫോർത്ത് ക്വാഡ്രന്റ്, ശരിയല്ലേ? ഫോർത്ത് ക്വാഡ്രന്റിൽ എന്താ? മൈനസ് tan ഇൻവേഴ്സ് b/a എന്നല്ല, അപ്പോൾ മൈനസ് tan ഇൻവേഴ്സ് 1. കാരണം ഫസ്റ്റ് ക്വാഡ്രന്റിൽ tan ഇൻവേഴ്സ് b/a, ഫോർത്ത് ക്വാഡ്രന്റിൽ മൈനസ് tan ഇൻവേഴ്സ് b/a ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി tan ഇൻവേഴ്സ് 1ഉം മൈനസ് tan ഇൻവേഴ്സ് 1ഉം കട്ടായി മൈനസ് ഓഫ് മൈനസ് പ്ലസ് 180, ശരിയല്ലേ? ഇങ്ങനെ 180 കിട്ടിയാൽ മനസ്സിലാക്കുക ഇത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 180 അല്ലേ, ശരിയല്ലേ? കാരണം 1 into 180 അല്ലേ 180. ഈവൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താവും? 2 into 180. 360 വന്നാൽ അത് ഈവൺ മൾട്ടിപ്പിൾ, കാരണം 180യുടെ ഈവൺ മൾട്ടിപ്പിൾ ആണ്. ഇനി 0 വന്നാൽ അങ്ങനെ തന്നെയാണ്. 0 നമ്മൾ ഈവൺ മൾട്ടിപ്പിൾ ആയിട്ടാണ് കാണുക. ഓക്കെ, അപ്പോൾ ഇത് ഓഡ് മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം അനലൈസ് ചെയ്യാം. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് എന്താ? ഈ ആംഗിൾ കണ്ടീഷനിൽ ആംഗിൾ ഷുഡ് ബി ആൻ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ. പൈ എന്ന് പറഞ്ഞാൽ 180യുടെ ഒരു ഓഡ് മൾട്ടിപ്പിൾ ആയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണ്, അതായത് ആ വാല്യൂസ് ഓഫ് എസിൻ്റെ വാല്യൂ എവിടെ ലൈ ചെയ്യുള്ളൂ? റൂട്ട് ലോക്കസിൽ ലൈ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം ഇത് എവിടെ ലൈ ചെയ്യും? ദിസ് ലൈസ് ഓൺ റൂട്ട് ലോക്കസ്, ഇത് റൈസ് ഓൺ റൂട്ട് ലോക്കസ് ലൈ ചെയ്യും. അതായത് ഇത് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെയുള്ള എസിൻ്റെ വാല്യൂ എത്രയാ? -1 - j. അപ്പോൾ -1 - j
എവിടെ ലൈ ചെയ്യുന്നുണ്ട്? ദിസ് ലൈസ് ഓൺ യുവർ റൂട്ട് ലോക്കസ്. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത്, അപ്പം ഇത് റൂട്ട് ലോക്കസിൽ ലൈ ചെയ്യുന്നു കണ്ടുപിടിച്ചു. അപ്പോൾ ആംഗിൾ കണ്ടീഷൻ വഴി നമ്മൾ കണ്ടുപിടിച്ചത് എന്താ? വെദർ ദ പോയിന്റ് ലൈസ് ഓൺ റൂട്ട് ലോക്കസ് ഓർ നോട്ട്. അപ്പോൾ ആംഗിൾ കണ്ടീഷൻ വഴി നമ്മൾ റൂട്ട് ലോക്കസിൽ ആ പോയിന്റ് ലൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് കെയുടെ വാല്യൂ കിട്ടാൻ പറഞ്ഞിട്ടുണ്ട്. കെയുടെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്യണം നിങ്ങൾ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് S1 ഇൻറ്റു എച്ച് ഓഫ് S1 ഈക്വൽ ടു 1 ആക്കണം അല്ലേ? എന്നാൽ മാത്രമേ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടുള്ളൂ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കിട്ടണമെങ്കിൽ കെ ഡിവൈഡഡ് ബൈ -1 മൈനസ് ജെ ഇൻറ്റു 1 മൈനസ് ജെ മോഡ് ഈക്വൽ ടു 1. അപ്പം മാഗ്നിറ്റ്യൂഡാണ് കാണേണ്ടത്. അപ്പം റൂട്ട് ഓഫ് 1² പ്ലസ് 1² ഇൻറ്റു റൂട്ട് ഓഫ് 1². അപ്പോൾ റൂട്ട് ഈക്വൽ ടു 1. അപ്പോൾ കെ ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു √2 ഈക്വൽ ടു 1. സോ കെ ഈക്വൽ ടു √2 ഇൻറ്റു √2. സോ ആൻസർ വിൽ ബി 2. അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് എത്രയും കിട്ടി? 2 കിട്ടി. ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ S2 എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ S2 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു S2 ഈക്വൽ ടു -1 ആണ്. അപ്പോൾ നമുക്ക് ഫോർ S1 നമ്മൾ കണ്ടുപിടിച്ചു, അത് റൂട്ട് ലോക്കസിൽ ലൈ ചെയ്യുന്നുണ്ട്. ഇനി S2 ലൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എഴുതാം ഫോർ S2 ഈക്വൽ ടു എത്രയാണ്? -1. അപ്പോൾ നമ്മുടെ ജി ഓഫ് S2 ഇൻറ്റു എച്ച് ഓഫ് S2 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി കെ ഡിവൈഡഡ് ബൈ എന്താണ് വരുന്നത്? -1 ഇൻറ്റു -1 പ്ലസ് 2. ദാറ്റ് വിൽ ബി ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ -1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ -1. അതായത് ഇറ്റ് വിൽ ബി മൈനസ് കെ. മാഗ്നിറ്റ്യൂഡ് കിട്ടി മൈനസ് കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം കെ ആംഗിൾ 180. ശരിയല്ലേ? അപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. നിങ്ങളുടെ ആംഗിൾ ഏതിൻ്റെ മൾട്ടിപ്പിളാണ്? 180യുടെ മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് ഇതും റൂട്ട് ലോക്കസിൽ ലൈ ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഇവിടുത്തെ കെയുടെ വാല്യൂ എത്രയാണ് വരിക? അതായത് മോഡ് ഓഫ് കെ ഈക്വൽ ടു 1 ആണ്. അതായത് കെ ഈക്വൽ ടു 1 തന്നെയാണ് അല്ലേ? കാരണം മാഗ്നിറ്റ്യൂഡ് കാണണ്ടേ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇതല്ലേ കാണുക. ഇവിടുത്തെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നെ കെ ആയിട്ട് മാറി, അല്ല മൈനസ് കെ ആയിട്ട് മാറി. അപ്പോൾ പിന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് -k എന്ന് പറഞ്ഞിട്ട് വിൽ ബി കെ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ രണ്ടിലും എന്താണ് റൂട്ട് ലോക്കസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നത് നോക്കാം. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്, റൂട്ട് ലോക്കസിൽ ലൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ, അതുപോലെ റൂട്ട് ലോക്കസ് നമ്മളെപ്പോഴും എസ് പ്ലെയിനിലാണ് നമ്മൾ വരക്കുന്നത്. ഓക്കെ, എസ് പ്ലെയിനിലാണ് വരക്കുന്നത്. അതായത് എസ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ സിഗ്മയും ജെ ഒമേഗയും, അതായത് റിയൽ പാർട്ട് ഓഫ് എസും ഇമാജിനറി പാർട്ട് ഓഫ് എസും. ക്ലിയർ? അപ്പോൾ ഈ റൂട്ട് ലോക്കസ് ഇങ്ങനെ ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ പോൾസിൻ്റെ മൂവ്മെൻറ്റ്, പോൾസ് മൂവ് ചെയ്യുമല്ലോ, പോൾസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ കാണിക്കാന്ന് പറഞ്ഞാൽ, ഇഫ് സപ്പോസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇങ്ങനെ കുറേ പോൾസ് ഉണ്ടെന്ന് വിചാരിക്കും, ഇങ്ങനെ ഒരു 3-4 പോൾസ് ഉണ്ടെന്ന് വിചാരിക്കും. പോൾസിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ കാണിക്കുന്നത് ഇത്തരത്തിൽ ആരോ മാർക്കുകൾ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോൾസിൻ്റെ മൂവ്മെൻറ്റ് കാണിക്കുന്നത്. ഓക്കെ, ഇത്തരത്തിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ആരോ മാർക്സ് വെച്ചിട്ടാണ് കാണിക്കുന്നത്. ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് റൂട്ട് ലോക്കസ് സ്ട്രക്ചർ വരുമ്പോൾ ക്ലിയർ ആവും, കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ഒരു പ്രോബ്ലം കൂടി നമ്മളവിടെ റൂട്ട് ലോക്കസിൽ പോയിന്റ്സ് ലൈ ചെയ്യുന്നുണ്ടോ നോക്കാം. നിങ്ങൾക്ക് ഒരു ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ റൈസ് ടു 4. ഓക്കെ, ഡിറ്റർമൈൻ ഇഫ് S1 equal to -3 minus J4 and S2 equal to -3 minus J2 lie on root locus. റൂട്ട് ലോക്കസിൽ ലൈ ചെയ്യണമെന്ന് കാരണം അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് കെ, അങ്ങനെയാണെങ്കിൽ കെ ഫൈൻഡ് ഔട്ടും ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ S1ന് എന്താ അവസ്ഥ നോക്കാം. ആദ്യം S1ൻ്റെ വാല്യൂ എടുക്കാം. അപ്പോൾ S1ൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ ജി ഓഫ് S1 ഇൻറ്റു എച്ച് ഓഫ് S1 ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ എസിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം -3 minus J4 plus 1 whole raised to 4. That will be equal to k divided by you will be getting -2 minus J4 whole raised to 4. അതായത്
ഇത് ഏത് ക്വാഡ്രന്റിൽ ലൈ ചെയ്യുന്നതാണ്? രണ്ട് നെഗറ്റീവാണ്. അപ്പോൾ തേർഡ് ക്വാഡ്രന്റ്. അപ്പോൾ ആംഗിൾ എന്താ വരിക? ആംഗിൾ ഓഫ് GS1 ഇൻറ്റു H(S1) ഈക്വൽ ടു തേർഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ ഇറ്റ് വിൽ ബി -180 പ്ലസ് ടാൻ ഇൻവേഴ്സ് B/A. ഓക്കെ, ശ്രദ്ധിക്കണം, ഇത് നമ്മൾ ആംഗിൾ എടുക്കുമ്പോൾ ഇത് മുകളിലേക്ക് പോവും, മൈനസ് പവർ വരും. മൈനസ് എത്ര പവർ? എത്രയാണ് ഇവിടെ ഓർഡർ ഉള്ളത് അത്. -4 ഇൻറ്റു 180 പ്ലസ് 180 മൈനസ് ടാൻ ഇൻവേഴ്സ് B/A. അപ്പോൾ 4/2. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? ഓക്കെ, ഇവിടെ മൈനസ് അല്ലേ, കാരണം അത് നെഗറ്റീവ് ക്വാഡ്രന്റ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4 ഇൻറ്റു -180 എന്ന് പറയുമ്പോൾ 720 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2. ഓക്കെ, പ്ലസ് 4 ടാൻ ഇൻവേഴ്സ് 2 അല്ലേ, 4 അകത്തേക്ക് കൊണ്ട് ഇത് ടാൻ ഇൻവേഴ്സ് 2ൻ്റെ വാല്യൂ ഏകദേശം 63 അടുപ്പിച്ചാണ് വരിക. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 720 പ്ലസ് 4 ഇൻറ്റു 63. 63 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 12, 252 അറൗണ്ടാണ് വരിക. അതായത് പറഞ്ഞു വരുന്ന പോയിന്റ്, ഇത് എന്തിൻ്റെ മൾട്ടിപ്പിൾ അല്ല, നോട്ട് ആൻ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 180. 180ൻ്റെ ഓഡ് മൾട്ടിപ്പിൾ ആണോ കൃത്യമായിട്ട്? അല്ല. 180ൻ്റെ ഓഡ് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ എന്തല്ല, ഈ വാല്യൂ അല്ലെങ്കിൽ ഈ പോയിന്റ് എവിടെ ലൈ ചെയ്യുന്നില്ല? റൂട്ട് ലോക്കസിൽ ലൈ ചെയ്യുന്നില്ല. ഏത് വാല്യൂ? S1 ഈസ് നോട്ട് ലൈയിങ് ഓൺ റൂട്ട് ലോക്കസ്. കാരണം ഓഡ് മൾട്ടിപ്പിൾ ആയാൽ മാത്രമേ റൂട്ട് ലോക്കസ് ലൈ ചെയ്യില്ല. അപ്പം ഈ വാല്യൂ റൂട്ട് ലോക്കസിൽ ലൈ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഇത് ലൈ ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. അതിന് ഇതുപോലെ G(S2) H(S2) ഈക്വൽ ടു K ഡിവൈഡഡ് ബൈ -3 -J2 plus 1 whole raised to 4. So you will be getting K divided by -2 -J2 whole raised to 4. ഇനി ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ you will be getting ഈ ഓർഡർ നെഗറ്റീവോ, അപ്പോൾ -4 ഇൻറ്റു വീണ്ടും തേർഡ് ക്വാർട്ടറിൽ തന്നെയാണ്. അപ്പോൾ -180 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2/2. അപ്പം ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് എത്രയാണ്? 2/2 1 അല്ലേ, 45 ആണ്. അപ്പോൾ -4 ഇൻറ്റു -180 പ്ലസ് 45 -135. യുവർ ഇക്വേഷൻ വിൽ ബി 135 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 20, 4 12 14 540. യുവർ ആൻസർ വിൽ ബി 540 ഡിഗ്രീസ്. ശരിയല്ലേ? 540 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 540 ഈസ് നത്തിങ് ബട്ട് 3 ഇൻറ്റു 180 അല്ലേ. അതായത് ഇത് എന്ത് മൾട്ടിപ്പിളാണ്? ദിസ് ഈസ് ആൻ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 180. കാരണം 3 ഒരു ഓഡ് നമ്പർ അല്ലേ. അപ്പോൾ ഇതൊരു ഓഡ് നമ്പർ ഓഫ് ഓഡ് മൾട്ടിപ്പിൾ ആണെന്ന് മനസ്സിലാക്കാം 180യുടെ. അതുകൊണ്ട് ഈ പോയിന്റ് എവിടെ ലൈ ചെയ്യുന്നുണ്ട്? റൂട്ട് ലോക്കസിൽ ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ റൂട്ട് ലോക്കസിൽ ലൈ ചെയ്യുന്ന പോയിന്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഏത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? K കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ SC അല്ലെങ്കിൽ S2 ഈക്വൽ ടു -3 -J2 ലൈസ് ഓൺ റൂട്ട് ലോക്കസ്. ഇത് റൂട്ട് ലോക്കസിൽ ലൈ ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ആംഗിളുടെ കണ്ടീഷൻ. ഇനി മാഗ്നിറ്റ്യൂഡ് കണ്ടീഷൻ എന്താണ്? ആ ലൈ ചെയ്യുന്ന സാധനത്തിൻ്റെ Kൻ്റെ വാല്യൂ ആണ് അല്ലേ. Kൻ്റെ വാല്യൂ എങ്ങനെ കാണാം? മോഡ് ഓഫ് GH ഈക്വൽ ടു 1 ആണെന്ന് ആക്കണം അല്ലേ. ആദ്യം മോഡ് GH കാണാം. മോഡ് ഓഫ് K ഡിവൈഡഡ് ബൈ -2 -J2 ആയിരുന്നു നമ്മുടെ ഫംഗ്ഷൻ. So it will be K divided by root of 2 square plus 2 square whole raised to 4. 4 കൂടി ഇല്ലേ. അപ്പം K divided by root of 4 plus 4 whole raised to 4, that is equal to K divided by root of 4 plus 4 root of 8 whole raised to 4. So K divided by 8 raised to root 8 പുറത്തെടുക്കുമ്പോൾ സ്ക്വയർ വരില്ലേ. അപ്പോൾ സ്ക്വയറും root 8 whole raised to 4 എന്ന് പറഞ്ഞാൽ 8 സ്ക്വയർ അല്ലേ. അപ്പോൾ ഇറ്റ് വിൽ ബി K/64. അപ്പോൾ മോഡ് GH എന്ന് പറഞ്ഞാൽ K/64 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതായത് Kൻ്റെ വാല്യൂ എത്രയാണ്? 64 ആണ്. ക്ലിയർ? ഇത്തരത്തിലാണ് നമ്മൾ ഈ പ്രോബ്ലത്തെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന പോയിന്റുകൾ ഏതാണ് റൂട്ട് ലോക്കസിലുള്ളത് എന്ന് കണ്ടുപിടിക്കലാണ് ആദ്യത്തെ പ്രയോറിറ്റി. അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏത് കാണാൻ പറ്റുള്ളൂ? Kൻ്റെ വാല്യൂ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ റൂട്ട് ലോക്കസിൽ ഒരു പോയിന്റ് ലൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ടുപിടിക്കുന്നത്.
ആ ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് അങ്ങോട്ട് ഫർദർ കാൽക്കുലേഷനിൽ പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ട് ലോക്കസിൻ്റെ ബേസിസ് ഓഫ് യുവർ റൂട്ട് ലോക്കസ്, നമ്മുടെ ആംഗിൾ കണ്ടീഷൻ, വാല്യൂ കണ്ടീഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊസീജിയർ ടു ഫൈൻഡ് റൂട്ട് ലോക്കസ്, അതായത് റൂൾസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ റൂട്ട് ലോക്കസ് ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കുന്ന റൂൾസ്, ആ റൂൾസിനാണ് കുറേ ചോദ്യങ്ങൾ വരിക. ഇതിൻ്റെ അകത്തും ചോദ്യങ്ങൾ വരും, ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ പ്രൊസീജിയർ ടു അല്ലെങ്കിൽ റൂൾസ് ഓഫ് റൂട്ട് ലോക്കസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് റൂൾസ് ഓഫ് റൂട്ട് ലോക്കസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ഡൻ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. താങ്ക് യു.